ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വാട്സപ്പിൻ്റെ ഹോം സ്ക്രീൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വാട്സപ്പിൽ ഉള്ളതുപോലെ തന്നെ 3 ടാബ്സ് കൊടുത്തിട്ടുണ്ട്: ചാറ്റ്സ്, സ്റ്റാറ്റസ്, കോൾസ്. ഓൾസോ നമ്മുടെ ചാറ്റ് സെക്ഷനിൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻവൈറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. സോ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് ഈ ഒരു കോൺടാക്ട് ലിസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്ട് ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഇൻവൈറ്റേഷൻ മെസ്സേജ് പോകുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ മുകളിലായിട്ടൊരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെർച്ച് ബട്ടണിൽ നമുക്ക് നമ്മുടെ യൂസേഴ്സിനെ സെർച്ച് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു യൂസറിനെ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു നമ്പർ ഞാനിപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാറ്റ് സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സോ നമ്മൾ വാട്സപ്പിൻ്റെ പോലെ തന്നെ ആ ഒരു ചാറ്റ് സ്ക്രീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് യുവർ മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മൈക്ക് ബട്ടൺ ചേഞ്ച് ചെയ്തിട്ട് അവിടെ മെസ്സേജ് സെൻഡിങ്ങിൻ്റെ ഓപ്ഷനായിട്ട് മാറുന്നതാണ് നമ്മുടെ വാട്സപ്പിലുള്ളതുപോലെ തന്നെ. സോ നമ്മളിവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ മുകളിലായിട്ട് മെസ്സേജ് സെൻഡ് ആവുന്നതാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓൾസോ നമ്മുടെ റിസീവറുടെ ഫോണിൽ ആ ഒരു മെസ്സേജസ് ഒക്കെ എത്തുന്നതാണ്. സോ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഹോം സ്ക്രീൻ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റാറ്റസ് ബാർ കളർ ഒന്ന് സെറ്റ് ചെയ്യാം. സോ വെൻ ഹോം ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കതിൻ്റെ കളർ, സ്റ്റാറ്റസ് ബാർ കളർ സെലക്ട് ചെയ്യാം. വീണ്ടും ഹോമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റ് സ്റ്റാറ്റസ് ബാർ കളർ എന്നിട്ടുള്ള ഒരു ബ്ലോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു എബൌട്ട് സ്ക്രീൻ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് സ്റ്റാറ്റസ് ബാർ കളർ എന്നാക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റാറ്റസ് ബാർ കളർ കൊണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ അതിനുശേഷം ആ ഒരു കളറിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് എ കളർ എന്നുള്ള ഒരു ബ്ലോക്ക് നിങ്ങൾ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യുക. സോ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്ന അതേ കളർ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ബിക്കോസ് വാട്സപ്പിൻ്റെ സെയിം കളർ കോഡ് തന്നെയാണ്. ഇപ്പോൾ ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബിക്കോസ് കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ ഈ ഒരു കളർ കോഡ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം കേട്ടോ. സോ ഞാനിപ്പോൾ വാട്സപ്പിൻ്റെ സെയിം കളർ കോഡാണ് ചൂസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഡിസൈനറിൽ പോവുക. ഡിസൈനറിൽ പോയതിന് ശേഷം ഇതിൻ്റെ ടൈറ്റിൽ ഒന്ന് അൺവിസിബിൾ ചെയ്യുക. ബിക്കോസ് ഞാനിത് ഓൾറെഡി നമ്മുടെ ടൈറ്റിൽ ഒന്ന് അൺവിസിബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളും ആ ഒരു ടൈറ്റിൽ ഒന്ന് അൺവിസിബിൾ ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ആഡ് ചെയ്യാം. സോ ആ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക് കൊടുക്കാം, വിഡ്ത്ത് ഫിൽ പെയറിന് കൊടുക്കാം. ഹൈറ്റ് നമുക്കൊരു 56 px കൊടുക്കാം കേട്ടോ. സോ ഓൾസോ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന അതേ കളർ കോഡ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഒരു കളർ കോഡ് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യാം കേട്ടോ. മീൻസ് ലൈക്ക് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ സെയിം കളർ കോഡാണ്. അതിൻ്റെ ഇടയിലേക്ക് നിങ്ങളൊരു സ്പേസ് ആഡ് ചെയ്യുക. ആ ഒരു സ്പേസിന് നമുക്കൊരു 20 px വിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ലേബൽ ആഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു ലേബലിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, അതിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾ ജസ്റ്റ് സെൻറ്ററിലേക്ക് ആക്കുക ആ ഒരു ടെക്സ്റ്റിൽ. സോ ആ ഒരു ടെക്സ്റ്റിൽ നിങ്ങൾ വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ചെയ്യുക. വാട്സപ്പ് എന്ന് പറഞ്ഞ നെയിം, നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോം സ്ക്രീനിൽ. സോ വാട്സപ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, നമ്മുടെ ടെക്സ്റ്റ് കളർ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോൺ സൈസ് ഞാനൊരു 22 കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഫോണ്ട് ബോൾഡ് ഒന്ന് അൺടിക്ക് ചെയ്യാം. ഓൾസോ നമ്മുടെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഞാനിപ്പം ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. ഓൾസോ ബോൾഡ് വേണ്ട. ഓക്കെ, സോ ഇത് തന്നെ മതി. സോ ഇനിയും നിങ്ങൾ ലേഔട്ടിൽ പോവുക, ജനറലിൽ പോവുക. ഒരു ചെറിയ സ്പേസും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുക. വീണ്ടും ഒരു സ്പേസും കൂടി നിങ്ങൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുക. ഒരു 3 സ്പേസ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊരു ലേബൽ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സ്പേസ്, രണ്ടാമത്തെ സ്പേസിന് ശേഷം ഒരെണ്ണം ആഡ് ചെയ്യുക. സോ അവിടെ നമ്മുടെ സെർച്ച് ചെയ്യാനുള്ള ആ ഒരു ഐക്കൺ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സെർച്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫോണ്ട് ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ഐക്കൺ വന്നിട്ടുണ്ട്. ഓൾസോ നിങ്ങളൊരു ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആക്കുക. ഓൾസോ നമ്മുടെ ആ ഒരു ഇത് ക്ലിക്കബിൾ എനേബിൾ ആക്കുക. ഓൾസോ നമ്മുടെ ഫോണ്ട് സൈസ് ഒരു 25 കൊടുക്കുക. അപ്പോൾ ഒരു സെർച്ച് ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. സോ ഇനി ഒരു ലേബലും കൂടി അടുത്ത സ്പേസിൻ്റെ ഇടയിലേക്ക് ആഡ് ചെയ്യുക. ഇത് നമ്മുടെ 3 ഡോട്ട് മെനു ആണ്. സോ നിങ്ങളിവിടെ more_VERT എന്ന് ടൈപ്പ് ചെയ്യുക. സോ 3 ഡോട്ട് മെനുവിന് വേണ്ടിയുള്ള ഒരു കോഡാണ്. സോ നമ്മൾ ഫോൺ സൈസ് ഒരു 25 കൊടുക്കുക. ടെക്സ്റ്റ് കളർ നിങ്ങൾ വൈറ്റ് കൊടുക്കുക. ഫോൺ ടൈപ്പ് ഫേസിൽ നിന്നും ഒരു മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. ഓൾസോ ക്ലിക്കബിൾ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഫോൺ ടൈപ്പ് ഫേസിൽ നിന്ന് മെറ്റീരിയൽ ഐക്കൺ നിങ്ങൾ ചൂസ് ചെയ്യുക. സോ ഒരു 3 ഡോട്ട് മെനു അവിടെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്പേസിൻ്റെ വിഡ്ത്ത് നിങ്ങളൊരു 16 px കൊടുക്കുക. ഓൾസോ രണ്ടാമത്തെ സ്പേസിന് വിഡ്ത്ത് ഒരു 22 px കൊടുക്കുക.
ഇനിയും രണ്ടാമത്തെ സ്പേസിന്റെ വിഡ്ത്ത് നിങ്ങൾ ഫിൽ പാരന്റ് കൊടുക്കാം. ഓക്കെ, സോ തൊട്ട് താഴെയായിട്ട് ഒരു വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റ്, 3 വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റ് നിങ്ങൾ ആഡ് ചെയ്യുക. സോ അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഫിൽ പാരന്റ് കൊടുക്കുക. ഓക്കെ, സോ ഇനി നിങ്ങൾ ലേഔട്ടിലെ നാവിഗേഷനിൽ നിന്നും ഒരു വ്യൂ പേജർ ഏറ്റവും മുകളിലായിട്ടേക്ക് ആഡ് ചെയ്യുക. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് നമ്മൾ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് തൊട്ട് മുകളിലായിട്ട് ആഡ് ചെയ്യുക ആദ്യത്തെ. സോ അതിന്റെ ടാബിന്റെ കളർ നമ്മൾ ആ ഒരു വൈറ്റ് കൊടുക്കുക. ഓൾസോ നമ്മുടെ ടാബിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ വാട്സപ്പിന്റെ ആ ഒരു സ്റ്റാറ്റസ് നമ്മളിപ്പം ടൈറ്റിൽ ബാറിന്റെ അതേ കളർ കൊടുക്കുക. ഓൾസോ ഇതിന്റെ ആ ഒരു ടെക്സ്റ്റ് കളറും കാര്യങ്ങൾ വൈറ്റ് കൊടുക്കുക. പിന്നെ ടാബിന്റെ ടെക്സ്റ്റ് കളർ നിങ്ങൾ ഈ ഒരു കളർ കോഡ് ഞാനിപ്പം തരുന്ന അതേ കളർ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു നമ്മൾ 3 വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും റീനെയിം ചെയ്യുക. ഫസ്റ്റത്തേതിനെ ചാറ്റ്സ് എന്ന് പറഞ്ഞ നെയിം കൊടുക്കുക. രണ്ടാമത്തെ വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റിന് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള നെയിം കൊടുക്കുകയാണ്. ഓൾസോ നമ്മൾ മൂന്നാമത്തെ വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റിന് നമ്മൾ കോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, റീനെയിം ചെയ്യുന്നു. സോ ഇനി നമ്മുടെ ബ്ലോക്ക് സെക്ഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. സോ അതിനുശേഷം ഇവിടെ ഈ കോൾ വ്യൂ പേജർ ആഡ് കോമ്പണന്റ് ടു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിനെ ഇവിടെ കൊണ്ട് ഈ ഒരു ഹോമിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ നമ്മുടെ ആ ഒരു കോമ്പണന്റിന്റെ പേര് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മുടെ ഫസ്റ്റത്തെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യുക. ഓൾസോ രണ്ടാമത്തെ ടാബ് നെയിമിൽ നമ്മൾ ചാറ്റ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോ ആ ഒരു ചാറ്റ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിന്റെ 3 ഡ്യൂപ്ലിക്കേറ്റ്സ് എടുക്കുക. മൂന്നിലും 3 അറേഞ്ച്മെന്റ് നമ്മുടെ 3 വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റ് നമ്മൾ ആഡ് ചെയ്തല്ലോ, ചാറ്റ്സ്, സ്റ്റാറ്റസ്, കോൾസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു 3 അറേഞ്ച്മെന്റ്സ് നമ്മൾ എടുത്തു മാറ്റുക. സോ സ്റ്റാറ്റസിന്റെ തൊട്ട് താഴെ നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുക. കോൾസിന്റെ അവിടെ നമ്മൾ കോൾസ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുക. സോ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുറച്ച് സ്പേസും കൂടി ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അലൈൻമെന്റ് ആ ഒരു നമ്മുടെ ആപ്ലിക്കേഷന്റെ ഹോം സ്ക്രീനിൽ വരത്തുള്ളൂ. സോ അതിനായിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ ചാറ്റ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 5-6 സ്പേസ് ആഡ് ചെയ്യുക. ഓൾസോ ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലും 5-6 സ്പേസ് ആഡ് ചെയ്യുക. സോ ഇതേപോലെ തന്നെ സ്റ്റാറ്റസിന്റെ ആ ഒരു ടെക്സ്റ്റിലും 5-6 സ്പേസ് ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ചെയ്യുക. ഈ കോൾസിലും സെയിം തന്നെ ഒരു 5-6 സ്പേസ് ആഡ് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്പേസ് ആഡ് ചെയ്യും. സോ അപ്പോൾ കറക്റ്റ് ആയിട്ട് അലൈൻ ആയിട്ട് വരും ഹോം സ്ക്രീനിൽ, അല്ലെങ്കിൽ എല്ലാം അടുത്തടുത്ത് വരും. സോ ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്ടിലിറ്റീസ് പോവുക. എന്നിട്ട് അതിൽ ഡിവൈസ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പണന്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. സോ ഇൻട്രൊഡക്ഷൻ സ്ക്രീനിലേക്ക് കേട്ടോ. സോ ഇൻട്രോ സ്ക്രീനാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ 2 ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്തായിരുന്നു, നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും, ബിക്കോസ് നമുക്ക് അതിന്റെ ആവശ്യം ആക്ച്വലി ഇല്ല. സോ ഇവിടെ നിങ്ങൾ നമ്മുടെ ആ ഒരു ഫയർ ബേസ് ഡാറ്റാബേസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് യൂസർ ഐ ഡി മാറ്റിയിട്ട് നിങ്ങളുടെ ഡിവൈസ് ഐ ഡി എന്ന് ടൈപ്പ് ചെയ്യുക. സോ നമ്മുടെ ഫയർ ബേസ് ഡാറ്റാബേസിലേക്ക് ഒരു ഫോണിന്റെ ഡിവൈസ് ഐ ഡി നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. സോ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ. സോ വാല്യൂ ടു സ്റ്റോറിന്റെ ഇവിടെ നിങ്ങൾ ആ ഒരു ഉള്ളത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഡിവൈസ് യൂട്ടിലിറ്റീസിൽ പോയിട്ട് ഡിവൈസ് യൂട്ടിലിറ്റീസ് 1 ഡിവൈസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്കിനെ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, യാ, ഇതിനെ നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് വാല്യൂ ടു സ്റ്റോറിന്റെ അവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇനി നിങ്ങൾ ഒരു ബ്ലോക്കും കൂടി ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ഫയർ ബേസ് ഒതന്റിക്കേഷൻ ലോഗിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നോട്ടിഫിക്കേഷൻ ഷോ ചെയ്യണം, ഒരു അലേർട്ട് നോട്ടീസ് ഷോ ചെയ്യിക്കണം. സോ അതിനായിട്ട് നമ്മുടെ ഫയർ ബേസ് ഒതന്റിക്കേഷൻ ലോഗിൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ ബ്ലോക്കിനെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു നോട്ടിഫയർ നമുക്ക് ഷോ ചെയ്യിക്കാം. സോ ഏതെങ്കിലും ഒരു നോട്ടിഫയർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷോ അലേർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കിനെ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. ഷോ അലേർട്ട് നോട്ടീസ്. സോ അവിടെ നിങ്ങൾ ടെക്സ്റ്റ്, ഒരു ബ്ലാങ്ക് ടെക്സ്റ്റിൽ നിങ്ങൾ എന്ത് നോട്ടിഫിക്കേഷൻ ആണോ ലോഗിൻ ഫെയിൽഡ് എന്നോ അല്ലെങ്കിൽ OTP റോങ് OTP എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോ റോങ് OTP നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരാം. സോ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഇൻവൈറ്റ് ബട്ടൺ നമ്മൾ ഇവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ യൂസർ ഇന്റർഫേസിൽ നിന്നും നമുക്കൊരു അല്ലെങ്കിൽ വേണ്ട ഒരു കാർഡ് വ്യൂ ആഡ് ചെയ്താലും മതി.
സോ നമ്മുടെ ലേ ഔട്ടിൽ നിന്നും ജനറലിൽ നിന്നും ഒരു കാർഡ് വ്യൂ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റ് ഉള്ളിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. സോ ഇതിന്റെ നമുക്കൊരു ലേബലും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഒരു ലേബൽ നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുന്നു. സോ അതിന് നമ്മൾ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാണ്. ഓക്കെ, ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, സോ ഇതിന്റെ ടെക്സ്റ്റ് കളർ ഞാനൊരു വൈറ്റ് കളർ ചൂസ് ചെയ്യാണ്. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ടെക്സ്റ്റിന്റെ അല്ല, നമ്മൾ കാർഡ് വ്യൂവിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ കാർഡ് വ്യൂവിൽ നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. കാർഡ് വ്യൂവിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് നമ്മുടെ ആ ഒരു സെയിം ബട്ടൺ കളർ തന്നെ ഗ്രീൻ ആക്കി മാറ്റാം. ഓക്കെ, സോ ഒരു കാർഡ് വ്യൂവിന്റെ വിഡ്ത്ത് നമുക്ക് കുറച്ചുകൂടി കൂട്ടാം. ഒരു 20% വിഡ്ത്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഓൾസോ നമ്മുടെ അതിന്റെ അലൈൻമെന്റ്, ലേബലിന്റെ അലൈൻമെന്റ് നമുക്കൊന്ന് സെന്ററിലേക്ക് ആക്കാം. ഓക്കെ, സോ നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ബ്ലോഗ് സെക്ഷനിലേക്ക് നമുക്ക് വരാം. സോ ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു പെർമിഷൻ സെറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്ക്രീനിൽ തന്നെ ആ ഒരു ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ആ ഒരു പെർമിഷൻ, അതായത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ആപ്ലിക്കേഷനിൽ പെർമിഷൻ കൊടുക്കണം. വിത്തൗട്ട് പെർമിഷൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ബിക്കോസ് ആ ഒരു പെർമിഷൻ നമ്മൾ ചോദിക്കണം എന്നാണ് എല്ലാവരും പോളിസീസിലും പറയുന്നത്. സോ നമ്മളൊരു നമ്മുടെ ഇൻട്രോ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കോൾ ഇൻട്രോ സ്ക്രീൻ ആസ്ക് ഫോർ പെർമിഷൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് ഈ ഒരു എഗ്രി ആൻഡ് കണ്ടിന്യൂ ബട്ടന്റെ അടിയിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ എന്നിട്ട് ഞാൻ അടിക്കുന്ന ഒരു കോഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടിക്കുക. ആൻഡ്രോയിഡ് ഡോട്ട് പെർമിഷൻ ഡോട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ റീഡ് അണ്ടർസ്കോർ കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് നിങ്ങൾ അടിക്കുക. ആൻഡ്രോയിഡ് ഡോട്ട് പെർമിഷൻ ഡോട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ റീഡ് അണ്ടർസ്കോർ കോൺടാക്ട്സ്. സോ നമ്മുടെ അഗ്രി ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെർമിഷൻ ചോദിക്കും. സോ നമ്മൾ അലൗ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ കോൺടാക്ട്സ് കാണിക്കത്തുള്ളൂ. സോ നമുക്ക് ഒരു ബ്ലോക്ക് കൂടി കൊടുക്കാം. അതായത് സപ്പോസ് ആ ഒരു ഡിക്ലൈൻ, നമ്മുടെ പെർമിഷൻ നമ്മൾ അലൗ ചെയ്യാതെ ഡിക്ലൈൻ ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് സംഭവിക്കണം? സോ നമ്മുടെ ഇൻട്രോ പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് എടുക്കുക. സോ ഇവിടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. സോ ക്ലോസ് ആപ്ലിക്കേഷൻ, കൺട്രോളിൽ പോയിട്ട് ക്ലോസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കിനെ നമുക്ക് അവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. സോ ഇത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ബിക്കോസ് നമ്മുടെ ആ ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണെങ്കിലും ആ ഒരു പെർമിഷൻ ചോദിച്ചാൽ മതി ആക്ച്വലി. സോ അത് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെർമിഷൻ ആ ഒരു ഇൻവൈറ്റ് ബട്ടന്റെ അവിടെയും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. സോ ഈ ഒരു ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ഇനി അതിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം. നമ്മുടെ ലിയോ കോൺടാക്ട് ലിസ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇതിനുള്ളിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, സോറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ ഒരു സ്ക്രീനിലല്ല, ആക്ച്വലി നമ്മുടെ ആ ഒരു ഹോം സ്ക്രീനിൽ നമുക്ക് ആ ഒരു ലിയോ കോൺടാക്ട് ലിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ നമുക്കൊന്ന് ആഡ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മുടെ ഡിസൈനറിൽ നിന്നും ആ ഒരു എക്സ്റ്റൻഷൻ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ലിയോ കോൺടാക്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ലിയോ കോൺടാക്ട് ലിസ്റ്റ് ഗെറ്റ് കോൺടാക്ട് ലിസ്റ്റിൽ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് എടുക്കുക. അതിനുശേഷം നമ്മുടെ വേരിയബിൾസ് നിന്നും ഇനീഷ്യലൈസ് ലോക്കൽ നെയിം ടു എന്ന് പറഞ്ഞുള്ള ആ ഒരു സംഭവം നിങ്ങൾ എടുക്കുക. അവിടെ നിങ്ങൾ ആ ഒരു വേരിയബിൾ നെയിമിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് ഫോർ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു വേരിയബിളിന്റെ നെയിം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് എം ടി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓൾസോ നിങ്ങൾ ആ ഒരു കൺട്രോളിൽ പോയിട്ട് ഫോർ ഈച്ച് ഫ്രം ടു ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കിനെ നിങ്ങൾ എടുത്ത് ഇവിടെ വെക്കാൻ ശേഷം ഇവിടെ നിങ്ങൾ ലെങ്ത് ഓഫ് ലിസ്റ്റ് നിങ്ങൾ ആ ഒരു ടൂവിന്റെ അവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ലെങ്ത് ഓഫ് ലിസ്റ്റ് നിങ്ങൾ നമ്പർ ലിസ്റ്റിൽ ഗെറ്റ് നമ്പർ ലിസ്റ്റ് എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ലിസ്റ്റ് വീണ്ടും എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് ഐറ്റംസ് ടു ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം എടുക്കുക. അതിനുശേഷം ഇവിടെ ഗെറ്റ് നമ്പേഴ്സ് ഫോർ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓൾസോ ആ ഒരു ലിസ്റ്റിൽ നിന്നും സെലക്ട് ഐറ്റം ലിസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ നമ്മളിവിടെ ഗെറ്റ് നമ്പേഴ്സ്, ആ ഒരു ഗെറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ആ ഒരു ഇൻഡെക്സിൽ കൊണ്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആ ഒരു ഐറ്റം ലിസ്റ്റിൽ നിങ്ങൾ ഗെറ്റ് നമ്പർ ലിസ്റ്റ് ഉള്ളത് കണക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ
ഗൈസ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ജസ്റ്റ് ഈ ഒരു അതിന്റെ ടോപ്പിലോട്ട് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒന്ന് ഫിൽ പാരന്റ് കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഓരോ അറേഞ്ച്മെന്റ്സ് ഇതിന്റെ ഉള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് നമ്മുടെ പേജ് വ്യൂവർ, ഓൾസോ നമ്മുടെ ആ ഒരു 3 വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെന്റും ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യും. ബിക്കോസ് നമുക്ക് ഈ ഒരു പേജ് നമുക്ക് അൺവിസിബിൾ ചെയ്യാനായിട്ട്, സോറി, വിസിബിലിറ്റി ഓഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ കുഴപ്പമില്ല. സോ 3 നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റിന് നമ്മൾ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നെയിം കൊടുക്കാൻ പോവാണ്. സോ നമ്മൾ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീനെയിം കൊടുക്കാം. സോ അതിന്റെ വിസിബിലിറ്റി നമുക്കൊന്ന് ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ടേൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി ഇതിനുള്ളിലേക്ക് ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആഡ് ചെയ്യുക. അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഫിൽ പാരന്റ് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക. സോ ഇവിടെ നമ്മൾ സെലക്ട് കോണ്ടാക്ട്സ് ഫോർ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ക്രീനാണ്. ബിക്കോസ് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത്. സോ നമ്മളത് റീനെയിം ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ അലൈൻമെന്റ് ജസ്റ്റ് ഒന്ന് സെന്ററിലോട്ട് ആകാം. സോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് നമുക്ക് ആഡ് ചെയ്യാം. ഹൈറ്റ് നമുക്കൊരു വിത്ത് ഫിൽ പാരന്റ് കൊടുക്കാം. ഹൈറ്റ് നമുക്കൊരു 56 px തന്നെ കൊടുക്കാം. ഓൾസോ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ ഒരു വാട്സാപ്പിന്റെ നമ്മൾ നേരത്തെ കൊടുത്ത അതേ കളർ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ സ്പേസ് നമുക്ക് ആഡ് ചെയ്യാം. സോ അതിന്റെ സ്പേസിന്റെ വിത്ത് നമുക്കൊരു, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന്റെ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് സെന്ററിലേക്ക് ആക്കാം. ഓൾസോ നമുക്ക് സ്പേസിന്റെ വിത്ത് ഉണ്ടല്ലോ, ഒരു 20 px കൊടുക്കാം. 20 or 16 px കൊടുക്കാം. നമുക്കിതിന്റെ ഒരു ലേബൽ ആഡ് ചെയ്യാം. സോ ആ ഒരു ലേബലിൽ നിങ്ങൾ ഒരു ബാക്ക് ബട്ടൻ്റെ ആരോ ആണ്. സോ _back എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോ അവിടെ ഒരു ആരോ വരും. സോ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ടെക്സ്റ്റ് കളർ വൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഫോണ്ട് സൈസ് നമുക്കൊരു 25 കൊടുക്കാം. ഫോൺ ടൈപ്പ് ഫേസിൽ നിങ്ങൾ മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. ഫോൺ ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ബാക്ക് ആരോ വരുന്നതാണ്. സോ ആ ഒരു ബാക്ക് ബട്ടൺ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു അതൊരു സ്പേസ് ആഡ് ചെയ്യും. ഒരു ചെറിയ സ്പേസ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 10 px കൊടുക്കാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലേബൽ ആഡ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ സെലക്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തന്നെ ടെക്സ്റ്റ് കളർ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് ഒരു 22 px കൊടുത്തു നോക്കാം. ഓക്കെ, ഇത്ര ആവശ്യമില്ല. നമുക്കൊരു 18 px കൊടുക്കാം. ഓക്കെ, 18 px കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ സ്പേസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. സോ അവിടെ ഒരു സെർച്ച് ബട്ടൺ ആഡ് ചെയ്യണം. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സ്പേസിന് നമുക്കൊരു 16 px വിട്ട് കൊടുക്കാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഒരു ലിസ്റ്റ് വ്യൂ ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ നിങ്ങൾ ജനറലിൽ നിന്നും ഒരു ലിസ്റ്റ് വ്യൂ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് ചൂസ് ചെയ്യുക. സോ ഇതിന്റെ ഹൈറ്റ് നിങ്ങളൊരു 8% ആക്കുക. ഓൾസോ ഇതിന്റെ ഫോണ്ട് സൈസ് ഒരു 14 ഫോണ്ട് സൈസ് ആക്കുക. സോ ഈ ഒരു ലിസ്റ്റ് വ്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തിട്ട് അവിടെ കോൺടാക്ട്സ് ഒന്നും ജസ്റ്റ് റീനെയിം ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ലേബൽ നമുക്കൊന്ന് റീനെയിം ചെയ്യാം. ബാക്ക് ബട്ടൺ എന്നാക്കാം. സോ ജസ്റ്റ് ഒന്ന് ബാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ആ ഒരു ലേബൽ ഉണ്ടല്ലോ, ബാക്ക് ആരോ. സോ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. നമ്മുടെ സെലക്ട് കോണ്ടാക്ട് ഞാനൊന്ന് അതിന്റെ വിഡ്ത്ത് ഫിൽ പാരന്റ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ബ്ലോക്ക് സെക്ഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ അവിടെ കോണ്ടാക്ട്സിൽ നമ്മുടെ ലിസ്റ്റ് വ്യൂ ഉണ്ടല്ലോ, സെറ്റ് കോണ്ടാക്ട്സ് എലമെന്റ്സ് എന്നുള്ള ഒരു ബ്ലോക്ക് എടുത്തിട്ട് നമ്മുടെ ഒരു ലിയോ കോണ്ടാക്ട് ലിസ്റ്റിൽ അതിന്റെ ഏറ്റവും അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ അവിടെ ഗെറ്റ് നമ്പേഴ്സ് ഫോർ ഇൻവൈറ്റ് എന്നുള്ള വേരിയബിളും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. സോ നമ്മുടെ ആ ഒരു കോണ്ടാക്ട്സ് എന്നുള്ള ഒരു ലിസ്റ്റ് വ്യൂ ഉണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് അൺവിസിബിൾ ചെയ്യുക. ബിക്കോസ് നമുക്ക് ഇതിന്റെ ആവശ്യം ഇനിയിപ്പോൾ അല്ല. ജസ്റ്റ് അവിടെ വിസിബിലിറ്റി ഓൺ ആക്കേണ്ട ആവശ്യമില്ല.
നമ്മുടെ യൂസർ ഇന്റർഫേസിൽ നിന്നും നമുക്ക് ജനറലിൽ നിന്നും ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. അതിന്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽ പാരന്റ് കൊടുക്കാം. സോ ഇതിന്റെ അലൈൻമെന്റ് നമുക്കൊന്ന് സെന്റർ ആക്കാം. വെർട്ടിക്കൽ അലൈൻമെന്റ് നമുക്കൊന്ന് സെന്റർ ആക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമുക്കൊരു പ്രോഗ്രസ് ബാർ, ഒരു സ്പിന്നർ, ഒരു സർക്കുലർ പ്രോഗ്രസ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ആ ഒരു സെയിം വാട്സാപ്പിന്റെ ആ ഒരു സെയിം കളറാണ് നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ഈ ഒരു സർക്കുലർ പ്രോഗ്രസ് നമുക്കൊന്ന് റീനെയിം ചെയ്യാം. നമുക്ക് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, റീനെയിം ക്ലിക്ക് ചെയ്യാണ്. സോ നമ്മുടെ ബ്ലോക്ക് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ലോഡിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെറ്റ് ലോഡിംഗ് വിസിബിൾ ടു ഫാൾസ് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു കോൺടാക്ട് ലിസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലോഡിംഗ് വിസിബിലിറ്റി ഓൺ ആക്കേണ്ട ആവശ്യമില്ല. സോ സെറ്റ് ലോഡിംഗ് വിസിബിൾ ടു ഫാൾസ് എന്നത് നമ്മുടെ ആ ഒരു കോൺടാക്ട് ലിസ്റ്റിന്റെ അടിയിലായിട്ട് നമ്മൾ ജസ്റ്റ് ഡൂവിന്റെ തൊട്ടടിയിലായിട്ട് അറ്റാച്ച് ചെയ്യുക. ഓൾസോ നമ്മുടെ ആ ഒരു കോൺടാക്ട്സ് ഉണ്ടല്ലോ, അതിന്റെ വിസിബിലിറ്റി നമുക്കൊന്ന് ഓഫ് ചെയ്യാം. സോ സെറ്റ് കോൺടാക്ട്സ് വിസിബിൾ ടു ട്രൂ കൊടുക്കാം. സോ കോൺടാക്ട് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോൺടാക്ടിന്റെ ആ ഒരു വ്യൂ ഓൺ ആവണല്ലോ. സോ സെറ്റ് കോൺടാക്ട്സ് വിസിബിൾ ടു ട്രൂ കൊടുക്കാം. ഇനി നമ്മുടെ ബാക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. സോ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെൻ ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു ഏതാ സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിന്റെ വിസിബിലിറ്റി ഒന്ന് ടേൺ ഓഫ് ചെയ്യണം. സോ ഫാൾസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോജിക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഓൾസോ നമ്മുടെ ആ ഒരു മെയിൻ കണ്ടന്റ് ബാക്ക് ബട്ടൺ അടിച്ച വിസിബിൾ ആണല്ലോ. സോ മെയിൻ കണ്ടന്റ് വിസിബിൾ ടു ട്രൂ എന്ന് കൊടുക്കാം. സോ അതിന്റെ വിസിബിലിറ്റി നമ്മൾ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ കാർഡ് വ്യൂ നമ്മൾ റിനെയിം ചെയ്തിട്ടില്ലേ. സോ നമ്മുടെ ഇൻവൈറ്റ് ബട്ടൺ നമ്മളൊന്ന് റിനെയിം ചെയ്യണം. സോ അതിനായിട്ട് ആ ഒരു കാർഡ് വ്യൂ, ദിസ് ഇസ് ദ ഇൻവൈറ്റ് ബട്ടൺ കേട്ടോ, അതൊന്ന് റിനെയിം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇൻവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് റിനെയിം ചെയ്തിട്ടുണ്ട്. സോ ഇൻവൈറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോ വെൻ ഇൻവൈറ്റ് ക്ലിക്ക്, സോ ഒരു ഇൻവൈറ്റ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ വെൻ ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റ് വിസിബിൾ ടു ട്രൂ ആവണം. ഓൾസോ മെയിൻ കണ്ടന്റ് വിസിബിൾ ടു ഫാൾസ് ആവണം. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ കണ്ടന്റ് വിസിബിലിറ്റി ഓഫ് ആണല്ലോ. സോ സെറ്റ് കോൺടാക്ട് ലിസ്റ്റ് വിസിബിലിറ്റി ഓണും ആക്കണം. സോ അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു സെറ്റ് ലിയോ കോൺടാക്ട് ലിസ്റ്റ് ഗെറ്റ് കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇൻവൈറ്റ് ബട്ടണിലേക്ക് സെറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്തില്ലായാലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കോൺടാക്ട് ലിസ്റ്റ് കിട്ടിയാൽ മതി. സോ തൽക്കാലം നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വെൻ കോൺടാക്ട്സ് ആഫ്റ്റർ പിക്കിംഗ്, സോ നമ്മുടെ ലിസ്റ്റ് വ്യൂ വെൻ കോൺടാക്ട്സ് ആഫ്റ്റർ പിക്കിംഗ്, സോ നമ്മുടെ കോൺടാക്റ്റിൽ പിക്കപ്പ് ചെയ്ത് നമ്മുടെ ഒരു കോൺടാക്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? നിങ്ങൾ ആ ഒരു സെർച്ച് ചെയ്ത് ടെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. സോ ആ ഒരു ടെക്സ്റ്റിംഗിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ സെറ്റ് ടെക്സ്റ്റിംഗ് മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. സോ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ഇൻവൈറ്റേഷൻ മെസ്സേജ് ആണോ ടൈപ്പ് ചെയ്യേണ്ടത്, ഹേ യൂസിങ് ദിസ്, ലൈക്ക് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണം ടൈപ്പ് ചെയ്യാം, നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം. സോ നമ്മുടെ ഒരു കോൺടാക്ട് ലിസ്റ്റ് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു യൂസറുടെ നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു യൂസർ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഇൻവൈറ്റേഷൻ മെസ്സേജ് പോകുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഒക്കെ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. സോ അത് നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനി വീണ്ടും നമ്മുടെ ടെക്സ്റ്റിംഗ് ഒന്ന് എടുക്കുക. അതിനുശേഷം സെറ്റ് ടെക്സ്റ്റിംഗ് നമ്മുടെ ഒരു ഫോൺ നമ്പർ, ഏത് ഫോൺ നമ്പറിലേക്കാണ് പോകേണ്ടത്, സോ ഫോൺ നമ്പർ എന്നാക്കുക. ആ ഒരു ഫോൺ നമ്പറിൽ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ആ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യാൻ ശേഷം കോൺടാക്ട്സ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാക്കുക. ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നമ്പറിലേക്ക് നമ്മുടെ ആ ഒരു മെസ്സേജ് പോകണം. സോ ഇത് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഓൾസോ നമ്മുടെ ടെക്സ്റ്റിംഗിൽ കോൾ ടെക്സ്റ്റിംഗ് വൺ സെൻഡ് മെസ്സേജ് എന്നുള്ള ഒരു ബ്ലോക്കിനെ നിങ്ങൾ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇനി നമ്മളൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ സ്പിന്നിങ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളിവിടെ പ്രൊസീജിയർ ഒന്ന് സെറ്റ് ചെയ്യാൻ ശേഷം അതിന് മുന്നായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ 2 നോട്ടിഫയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഒന്നാമത്തെ നോട്ടിഫയർ നിങ്ങൾ ജസ്റ്റ് ലൈറ്റ് തീം ആക്കി മാറ്റാം. എൻ്റെ ലൈറ്റ് തീം ഒന്ന് എനേബിൾ ആക്കുക. ഓൾസോ ഇതിൻ്റെ ടെക്സ്റ്റ് കളർ നമുക്കൊന്ന് ബ്ലാക്ക് ആക്കാം. ഓൾസോ നമ്മുടെ രണ്ടാമത്തെ ടൈറ്റിൽ കളർ നമുക്കൊന്ന് ബ്ലാക്ക് ആക്കാം. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് റിനെയിം ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് ലൈറ്റ് തീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, സോ രണ്ടാമത്തെ നോട്ടിഫയറിനെ ഞാൻ ജസ്റ്റ് ഒന്ന്
തീം 2 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റിനെയിം ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് സെക്ഷനിൽ തിരിച്ചു വരാം. ഈ ടു പ്രൊസീജിയറിന്റെ നെയിം നിങ്ങൾ മാറ്റിയിട്ട് സ്പിൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് റിനെയിം ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മുടെ ഒന്നാമത്തെ തീം ലൈറ്റ് തീമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബ്ലോക്ക് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന അതേ ബ്ലോക്ക് തന്നെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. ഐക്കണൊക്കെ ഉള്ള ഇത് തന്നെ. മെസ്സേജ് ടൈറ്റിൽ ക്യാൻസൽ ഇതല്ല. ഓക്കെ, സോ ഈ ഒരു മെസ്സേജിന്റെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു ടൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ബ്ലാങ്ക് ടെക്സ്റ്റ് കൊടുക്കുക. ക്യാൻസലബിളിന്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ലോജിക് ട്രൂ എന്ന് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. സോറി, ക്യാൻസലബിൾ നിങ്ങൾ ട്രൂ ആണ് കൊടുക്കേണ്ടത്. ട്രൂ എന്ന് കൊടുക്കുക. ഓൾസോ ഐക്കണിന്റെ അവിടെ നിങ്ങൾ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൾസോ നിങ്ങൾ ഒരു സ്പിന്നറും കൂടി ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്ലോക്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ടു സ്പിൻ എന്നുള്ള നെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അവിടെ നിങ്ങൾ ഡിസ്മിസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ബിക്കോസ് നമ്മുടെ ഒരു സ്പിന്നിങ് ആക്ടിവിറ്റി ആ ലോഡിംഗ് എന്ന് പറഞ്ഞ വട്ടം കറങ്ങൂലേ, അത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. സോ ഇവിടെ നിങ്ങൾ ഡിസ്മിസ് സ്പിന്നിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഡിസ്മിസ് സ്പിന്നിങ് പ്രോഗ്രസ്. സോ ഇത് നിങ്ങൾ ഡിസ്മിസിന്റെ അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ നമ്മുടെ ആ ഒരു ഓൾസോ നമ്മുടെ ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് അടിക്കാം. മെസ്സേജ് സെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സോ ഒരു ഷോ അലർട്ട് നോട്ടീസ് മെസ്സേജ് സെൻഡിങ് എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഇത് നമ്മൾ ആ ഒരു വെൻ കോൺടാക്ട്സ് ആഫ്റ്റർ പിക്കിങ്ങിന് തൊട്ടടിയിലായിട്ട് കൊണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ലൈക്ക് ആ ഒരു നമുക്ക് അറിയണമല്ലോ നമ്മളൊരു മെസ്സേജ് പോകുന്നുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് സെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്ക് പോകുന്നതാണ്. ഓക്കെ, ഓൾസോ നമ്മുടെ ഒരു തീം 2ന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് സെറ്റ് ബ്ലാക്ക് കൊടുക്കാം. വൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. സോ സെറ്റ് തീം 2 ബാക്ക്ഗ്രൗണ്ട് കളർ 2 ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ലൈറ്റ് തീം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ടു ഒരു ബ്ലാക്ക് കളർ നമുക്ക് കൊടുക്കാം. അങ്ങനെ കളർ സെലക്ട് ചെയ്യുക. കളറിൽ നമ്മൾ ബ്ലാക്ക് ഒന്ന് ചൂസ് ചെയ്യാണ്. ബ്ലാക്ക് തന്നെ മതി. ഓക്കെ, ബ്ലാക്ക് നമ്മൾ ഇതിന്റെ അടുത്തുകൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് ഒരു ഫയർബേസ് ഡാറ്റാബേസ് ആഡ് ചെയ്യാൻ പോവാണ്. ഫയർബേസ് ഡാറ്റാബേസ് ഒരെണ്ണം ആഡ് ചെയ്തു. സോ ഇതിന്റെ ആ ഒരു ഫയർബേസ് ടോക്കൺ കീയും ഫയർബേസ് URL നമ്മൾ പഴയ പ്രോജക്റ്റിൽ ആഡ് ചെയ്ത സെയിം തന്നെ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്ക്രീനിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫയർബേസ് ഡാറ്റാബേസ്. സോ ഇതിന്റെ ഫയർബേസ് URL കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫയർബേസിന്റെ URL കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓൾസോ നമ്മുടെ ആ ഒരു ടോക്കൺ കീ ഉണ്ടല്ലോ, ഫയർബേസ് ടോക്കൺ, ആ ഒരു ഫയർബേസ് ടോക്കൺ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്ക്രീനിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഓൾസോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് വെച്ചതിന് നമ്മൾ കൊണ്ട് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത പ്രോജക്റ്റ് ഇതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടോക്കണിൽ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക. ഓൾസോ നമ്മുടെ ആ ഒരു ഫയർബേസിന്റെ പ്രൊജക്ട് ബക്കറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുക, ബാക്ക് അടിച്ചിട്ട് കളയുക കേട്ടോ. സോ നമ്മുടെ ബ്ലോക്ക് സെക്ഷനിൽ ഒന്ന് പോവാം. ബിക്കോസ് അതിന് മുന്നേ നമ്മുടെ ആ ഒരു ഫയർബേസ് ഡാറ്റാബേസ് ഒന്ന് ജസ്റ്റ് റിനെയിം ചെയ്യുക. ആ ഒരു ഫയർബേസ് ഡാറ്റാബേസിന് നമ്മൾ ചെക്കിംഗ് കോൺടാക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്കൊന്ന് കൊടുക്കാം. ബിക്കോസ് നമ്മുടെ ആ ഒരു ഫയർബേസ് ഓപ്പൺ ആക്കുന്നതിന് നമ്മുടെ ആ ഒരു കോൺടാക്ട് ലിസ്റ്റ് എന്താ പറയുക, കോൺടാക്ട്സ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നമ്മുടെ സെർവറിൽ ഈ ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ ചെക്കിംഗ് മൈ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ റിനെയിം ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ആ ഒരു ചെക്കിംഗ് മൈ കോൺടാക്ട്സ് ഇതിലല്ല, ഗെറ്റ് ടാഗ് ലിസ്റ്റ്, ഗെറ്റ് ചെക്കിംഗ് മൈ കോൺടാക്ട്സ് ഗെറ്റ് ടാഗ് ലിസ്റ്റ് നമ്മൾ ആ ഒരു ഇനീഷ്യലൈസിന്റെ അടി കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. നമ്മുടെ ഹോം ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ടാഗ് ലിസ്റ്റ് ഇവിടേക്ക് ജനറേറ്റ് ആവുന്നതാണ്. സോ ഇനി ചെക്കിംഗ് മൈ കോൺടാക്ട്സ് ടാഗ് ലിസ്റ്റ്, ആ ഒരു ടാഗ് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ ഇനി ഇവിടെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗ്ലോബൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു ഗ്ലോബൽ വേരിയബിളിന് നമുക്ക് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൊബൈൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഗ്ലോബൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എംപ്റ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഗ്ലോബൽ വേരിയബിളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. സോ സോറി, സെറ്റ് നമ്മുടെ ഈ ഒരു ഗ്ലോബൽ വേരിയബിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം സെറ്റ് ഗ്ലോബൽ മൊബൈൽ നമ്പേഴ്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോക്കിനെ നമ്മുടെ ആ ഒരു ഫയർബേസിന്റെ ഇതിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾ ഗെറ്റ് വാല്യൂ എന്നത് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. സോ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾ കൺട്രോൾ പോയിട്ട് ഈഫ് ദെൻ കണ്ടീഷൻ നിങ്ങൾ ഈ കോൺടാക്ട്സ് ആഫ്റ്റർ പിക്കിങ്ങിന്റെ അടുത്തുകൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഈസ് ഇൻ ലിസ്റ്റ് തിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ കൊണ്ട് നിങ്ങൾ ഈഫിന്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ അതിനുശേഷം നമ്മുടെ ആ ഒരു കോൺടാക്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കോൺടാക്ട് സെലക്ഷൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് എടുക്കണം. സോ കോൺടാക്ട് ഈ വിസിബിളിന്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് സെലക്ഷൻ എന്നൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ലിസ്റ്റിൽ നിങ്ങൾ നമ്മുടെ ഗ്ലോബൽ വേരിയബിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോറി, ഗ്ലോബൽ വേരിയബിൾ ജസ്റ്റ് ഒന്ന് പോവാം. എന്നിട്ട് ഇവിടെയല്ല, നമ്മുടെ ഇനീഷ്യലൈസ് ഗ്ലോബലിലെ ഗെറ്റ് മൊബൈൽ നമ്പേഴ്സ് എന്നുള്ള ഒരു ബ്ലോക്ക് നമ്മുടെ ലിസ്റ്റിന്റെ അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മളൊരു എൽസ് നമ്മൾ ഈ ഒരു ഈഫിന്റെ അടിയിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് ഈ ഒരു അടിയിലുള്ള നമ്മുടെ എൽസിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്കൊരു സ്ക്രീൻ ആഡ് ചെയ്യാം. നമ്മുടെ ചാറ്റ് സ്ക്രീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്കൊരു പുതിയ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അതിന് നെയിം ചാറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. സോ നമ്മളിവിടെ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരികയാണ്. ചാറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ദെന്നിൽ നിങ്ങൾ നമ്മുടെ കൺട്രോളിൽ പോവാം. കൺട്രോൾ പോയതിനു ശേഷം ഓപ്പൺ അനദർ സ്ക്രീൻ നെയിം വിത്ത് സ്റ്റാർട്ട് വാല്യൂ ഉള്ള ഒരു ബ്ലോക്കിനെ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുക. സോ ഒരു സ്ക്രീൻ നെയിമിൽ നമ്മൾ ആ ഒരു ചാറ്റ്സ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്ക്രീനിന്റെ നെയിം സെയിം നെയിം തന്നെ കൊടുക്കുക. സോ ഞാനിവിടെ ചാറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് വാല്യൂ നിങ്ങൾ നമ്മുടെ കോൺടാക്ട് സെലക്ഷൻ, ആ ഒരു കോൺടാക്ട് സെലക്ഷൻ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഇനിയും ഒരു വേരിയബിളും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. സോ ഇനീഷ്യലൈസ് ഗ്ലോബൽ നെയിമിൽ നിങ്ങൾ ടോട്ടൽ മൊബൈൽ നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിന്റെ വേരിയബിൾ 2ന്റെ അവിടെ നിങ്ങൾ ഒരു ക്രിയേറ്റ് ആൻ എംപ്റ്റി ലിസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ സ്റ്റോറേജിൽ പോയിട്ട് നിങ്ങൾ ഒരു ടൈനി ഡി ബി കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഒരു ടൈനി ഡി ബി കൂടി ആഡ് ചെയ്യാം. സോ ഇവിടെ ലിസ്റ്റിൽ പോയിട്ട് ആഡ് ഐറ്റം ടു ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ നമ്മുടെ ദെന്നിന്റെ അടുത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ആ ഒരു ടോട്ടൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗെറ്റ് ടോട്ടൽ മൊബൈൽ നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓൾസോ നമ്മുടെ ആ ഒരു ഐറ്റത്തിന്റെ അവിടെ നിങ്ങൾ കോൺടാക്ട് സെലക്ഷൻ ഒന്ന് ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുക. സോ കൺട്രോൾ പോവുക. ഒരു ഈഫ് ദെൻ കണ്ടീഷനും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്യണം. ഈ ഒരു ഈഫ് നിങ്ങൾ ആ ഒരു ദെന്നിന്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഈ ഒരു ദെന്നിന്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. സോ ലിസ്റ്റ് എടുത്തിട്ട് അവിടെ ഈസ് ഇൻ ലിസ്റ്റ് തിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് കൂടെ കണക്ട് ചെയ്യുക. സോ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഈ ഒരു തിങ്ങിന്റെ ഇവിടെ നിങ്ങൾ കോൺടാക്ട് സെലക്ഷൻ സെറ്റ് ചെയ്യുക. ഓൾസോ ലിസ്റ്റിന്റെ ഇവിടെ നിങ്ങൾ ഈ ടോട്ടൽ ഗെറ്റ് ഗ്ലോബൽ ടോട്ടൽ മൊബൈൽ നമ്പേഴ്സ് ജസ്റ്റ് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഈ ഒരു ദെന്നിന്റെ ഇവിടെ നമ്മൾ നമ്മൾ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ലോജിക് പാർട്ടിന് എടുത്തിട്ട് ഈ ഒരു ഈഫിന്റെ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്ന് ചെയ്യാം. ഓക്കെ, ഈ ഒരു അടിയിലുള്ളതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ദെന്നിന്റെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമ്മൾ ഒരു ബ്ലോക്കും കൂടി ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ടൈനി ഡി ബി കോൾ ടൈനി ഡി ബി സ്റ്റോർ വാല്യൂ ടാഗ് എടുത്തിട്ട് ഈ ഒരു ദെന്നിന്റെ തൊട്ടടിയിലായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ടാഗിൽ നിങ്ങൾ ഒരു പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്യുക. സോ അവരുടെ ടാഗിന്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. സോ ഈ തൊട്ടടിയിൽ നമ്മുടെ വാല്യൂ ടു സ്റ്റോർ ഉണ്ട്. ആ ഒരു വാല്യൂ ടു സ്റ്റോറിന്റെ അവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഗെറ്റ് ഗ്ലോബൽ ടോട്ടൽ മൊബൈൽ നമ്പേഴ്സ് എന്നുള്ള ഒരു വേരിയബിൾ നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ. സോ ഇവിടെ നിങ്ങളൊരു എൽസ് കൊടുക്കുക. ഈഫിൻ്റെ അടി തൊട്ട് എൽസ് കൊടുക്കുക. ഈ ഒരു എൽസിന്റെ അവിടെ നിങ്ങൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിന്റെ ആ ഒരു സംഭവം നമ്മൾ മാറ്റി വെച്ചത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി നിങ്ങൾ എടുക്കുക കേട്ടോ. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ മുകളിലെ ദെന്നിന്റെ അടി തൊട്ട് അടിയിലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. സോ നമ്മുടെ ടൈനി ഡി ബിയിൽ നിന്നും
സോ നിങ്ങൾ ആ ഒരു ഗ്ലോബൽ ടോട്ടൽ മൊബൈൽ നമ്പേഴ്സ് ഇല്ലേ, സോ അത് ജസ്റ്റ് നമ്മുടെ ഈ ഹോം ഇനീഷ്യലൈസ് ചെയ്യുന്ന ജസ്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടാഗിൽ നിങ്ങൾ നമ്മളിപ്പം ഈ ഒരു TinyDB നിന്ന് വാല്യൂ ടാഗ് ഇഫ് നോട്ട് ദെയർ ജസ്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടാഗിന്റെ അവിടെ നിങ്ങൾ മൊബൈൽ ചാറ്റ്സ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ചാറ്റ്സ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടല്ലോ, ആ ഒരു ടാഗുമായിട്ട് ജസ്റ്റ് നമ്മുടെ കണക്ട് ചെയ്യുക, മൊബൈൽ ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സെയിം തന്നെ കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ വ്യത്യാസം പ്രോബ്ലം വരും. സോ ഒരു വാല്യൂ ടാഗ് ഇഫ് നോട്ട് ദെയറിന്റെ അവിടെ നിങ്ങൾ ഒരു ക്രിയേറ്റ് ആൻ എം ടി ലിസ്റ്റ് ഇവിടെ കൊടുക്കുക. സോ ഇനി നമ്മൾ നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. സെർച്ച് വ്യൂ, ഡീപ് ഹോസ്റ്റിന്റെ ഒരു സെർച്ച് വ്യൂ എക്സ്റ്റൻഷൻ ഉണ്ട്, അത് നിങ്ങൾ ഇതിനുള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എക്സ്റ്റൻഷൻ. ആ എക്സ്റ്റൻഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പേഴ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ബ്ലോക്കാണ് ആക്ച്വലി അത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റിന്റെ ആ ഒരു വിസിബിലിറ്റി ഒന്ന് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ മെയിൻ കണ്ടന്റ്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ആ ഒരു സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആക്ച്വലി ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സെർച്ച് വ്യൂ നമ്മൾ ഇതിനുള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. സോ മെയിൻ കണ്ടന്റ് അൺവിസിബിൾ ചെയ്യാം, സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റ് ഒന്ന് വിസിബിലിറ്റി ഓൺ ആക്കി വെക്കാം. സോ ഇതിനുള്ളിലേക്ക് നമ്മളൊരു സെർച്ച് ബട്ടൺ ആഡ് ചെയ്യാനുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു സെർച്ച് ബട്ടൺ നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ഒരു ലേഔട്ടിൽ നിന്നും ജനറലിൽ നിന്നും ഒരു സ്പേസ് നിങ്ങൾ ഇതിനുള്ളിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം, സെലക്ട് കോൺടാക്റ്റിന്റെ ആ ഒരു ടെക്സ്റ്റിന് തൊട്ടിപ്പുറത്തായിട്ട്. സോ ഇനി ഇതിന്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു സെർച്ച് ബട്ടൺ ആഡ് ചെയ്യാം. യൂസർ ഇന്റർഫേസിൽ നിന്ന് ഒരു ലേബൽ എടുക്കുക. ഓക്കെ, ഒരു ലേബൽ നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാണ്. സോ നമ്മൾ സെർച്ചിനുള്ള ആ ഒരു ലേബൽ നെയിം നമുക്കറിയാം, സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നെയിമാണ്. സോ ഓക്കെ, സോ ഒരു ടെക്സ്റ്റിന്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യും, SEARCH. ഓക്കെ, സോ അത് ക്ലിക്കബിൾ ആക്കി മാറ്റുക. ഓൾസോ ഇതിന്റെ ഫോണ്ട് ടൈഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യാം. സോ സെർച്ച് ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ടെക്സ്റ്റ് കളർ, ടെക്സ്റ്റ് സൈസ്, ഫോണ്ടിന്റെ സൈസ് നമുക്കൊരു 25 കൊടുക്കാം. ഓൾസോ നമ്മുടെ ടെക്സ്റ്റിന്റെ സൈസ് കളർ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ട് സൈസ്, ഇതിന്റെ വിഡ്ത്ത് നമുക്ക് ഫിൽ പാരന്റ് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബട്ടൺ ഒന്ന് റീനെയിം ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ബട്ടൺസ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ആക്കി നമ്മൾ റീനെയിം ചെയ്യാം. സോ ഇതിന് തൊട്ടടിയിലായിട്ട് നമുക്കൊരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആഡ് ചെയ്യാം. അതിന്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഫിൽ പാരന്റ് കൊടുക്കാം. അതിന്റെ അലൈൻമെന്റ് നമുക്കൊന്ന് സെന്ററിലോട്ട് ആക്കാം. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഇതുണ്ടല്ലോ, ഈ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ഉള്ളിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. സോ ഇത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം, ഇതിന്റെ നെയിം ഒന്ന് റീപ്ലേസ് ചെയ്യാം. സോ അവിടെ നമ്മൾ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജസ്റ്റ് ഒന്ന് റിനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് നമുക്ക് വീണ്ടും അൺവിസിബിൾ ചെയ്യാം. നമുക്ക് ഇനി ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് കൂടി ഇതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ഇതിന്റെ ആക്ച്വലി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേജിന് വേണ്ടിയിട്ടില്ല കേട്ടോ. അതിന്റെ ഹൈറ്റും വിഡ്ത്തും നമുക്കൊന്ന് ഫിൽ പാരന്റ് കൊടുക്കാം. സോ ഈ ഒരു അറേഞ്ച്മെന്റ് നമുക്കൊരു നെയിം കൊടുക്കാം. നമുക്ക് സെർച്ച് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് റിനെയിം ചെയ്യാം. ആക്ച്വലി ഇത് സെർച്ച് അറേഞ്ച്മെന്റ് തന്നെയാണ് കേട്ടോ, ഒരു സെർച്ച് ചെയ്യാനുള്ള അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സെർച്ച് വ്യൂ, ഈ ഒരു കോൾ സെർച്ച് വ്യൂ ക്രിയേറ്റ് കോമ്പണന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് നമ്മൾ നമ്മുടെ ആക്ച്വലി നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെറ്റ് കോൺടാക്ട് ലിസ്റ്റിന്റെ തൊട്ടടിയിലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കോൺടാക്ട് ലിസ്റ്റിലാണല്ലോ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. കോൺടാക്ട് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർച്ച് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങൾ കോമ്പണന്റ് ആക്ച്വലി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് സെർച്ച് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ. സോ ഒരു സെർച്ച് അറേഞ്ച്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഈ ഒരു കോമ്പണന്റ് അവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. സോ ആ ഒരു അറേഞ്ച്മെന്റ് ഓപ്പൺ ആയിട്ട് വരണം. ലിസ്റ്റിൽ നിങ്ങൾ ഗെറ്റ് നമ്പർ ലിസ്റ്റ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സെർച്ച് ബട്ടൺ, ആ ഒരു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ആക്ച്വലി ആ ഒരു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം നമുക്ക് സെറ്റ് ചെയ്യാം. സോ സോ അതിനായിട്ട് നമ്മുടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ലിസ്റ്റ് അതിന്റെ വിസിബിലിറ്റി നമുക്ക് ടേൺ ഓഫ് ചെയ്യണം. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിസിബിലിറ്റി ടേൺ ഓഫ് ചെയ്യണം, ഫോൾസ് ചെയ്യണം. ഓക്കെ. ഓൾസോ നമ്മുടെ ആ ഒരു ഏതാ സെർച്ച് അറേഞ്ച്മെന്റ് വിസിബിലിറ്റി നമുക്ക് ടേൺ ഓൺ ചെയ്യണം. സോ സെർച്ച് അറേഞ്ച്മെന്റ് വിസിബിൾ ടു ട്രൂ കൊടുക്കുക. ഓക്കെ. സോ ഇത് രണ്ടും നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ സെർച്ച് വ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോൾ സെർച്ച് വ്യൂ ഓപ്പൺ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്കിനെ നമുക്കിവിടെ നമ്മുടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. സോ ഇനി നമ്മൾ നോ റിസൾട്ട് ഫോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ റിസൾട്ട് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് കാണിക്കേണ്ടത്? നമുക്കൊരു അലേർട്ട് നോട്ടീസ് കാണിക്കാം. സോ അവിടെ നമ്മൾ ഷോ അലേർട്ട് നോട്ടീസ്, ഓക്കെ, ആ ഒരു ഷോ അലേർട്ട് നോട്ടീസ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. സോ അവിടെ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് നമ്മൾ കൊടുക്കാം. അവിടെ നമുക്ക് നോ റിസൾട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. സോ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ റിസൾട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ സെർച്ച് വ്യൂല് നമ്മുടെ ഓൺ ക്വറി ടെക്സ്റ്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് എടുക്കുക. സോ നമ്മൾ ആ ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. സോ നമുക്കൊന്ന് മുകളിലോട്ട് കൊണ്ടുപോകാം, ബിക്കോസ് നമ്മുടെ വേരിയബിൾസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. സോ ഈ ഒരു ഈഫ് ദെൻ കണ്ടീഷൻ ഇല്ലേ, സോ അതൊന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ബിക്കോസ് നമുക്ക് അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താനുള്ളത്. ഈ ഒരു ടെക്സ്റ്റ് ഓൺ ക്വറി ടെക്സ്റ്റ് സബ്മിറ്റിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് സെലക്ഷനിലെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, എല്ലാ കോൺടാക്ട് സെലക്ഷനും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ ഗെറ്റ് കൊറി എന്നുള്ളത് കൊറിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് കൊറി എന്ന് കണക്ട് ചെയ്യുക. ഈ രണ്ടാമത്തെ കോൺടാക്ട് സെലക്ഷൻ അടിയിലുള്ളതും ജസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ എല്ലാ കോൺടാക്ട് സെലക്ഷൻസും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. സോ അതിനുശേഷം കൊറിയിൽ നിങ്ങൾ ഗെറ്റ് കൊറി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓൾസോ നമ്മുടെ തൊട്ട് താഴെയുള്ള കോൺടാക്ട് സെലക്ഷനും അതിന്റെ തൊട്ട് താഴെയുള്ളത് വീണ്ടും കളയണം. സോ അവിടെയും നിങ്ങൾ ഗെറ്റ് കൊറി ഒന്ന് സെലക്ട് ചെയ്യുക. അതിന്റെ തൊട്ട് താഴെയുള്ളതിലും സെയിം പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്യുക. സോറി. സോ ഇവിടെ നമ്മൾ ആ ഒരു ഗെറ്റ് ക്വറി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ നമ്മുടെ ഒരു സെർച്ച് അറേഞ്ച്മെന്റിന്റെ ഹൈറ്റ് നമുക്കൊന്ന് ഓട്ടോമാറ്റിക് ആക്കാം, ബിക്കോസ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് സെർച്ച് ഫുൾ സ്ക്രീൻ വരേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇനി നമുക്കൊരു ഈഫ് ദെൻ കണ്ടീഷൻ കൂടി നമുക്ക് ആ ഒരു സെർച്ച് വ്യൂവിലെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ. ഈ ഒരു ഈഫ് നിങ്ങൾ ദെന്നിന്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ലിസ്റ്റിൽ പോയിട്ട് ഈസ് ഇൻ ലിസ്റ്റ് തിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഈഫിന്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ നമ്മുടെ ഗെറ്റ് ക്വറി കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഒരു തിങ്ങിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. ലിസ്റ്റിൽ നിങ്ങൾ ഗെറ്റ് ഗ്ലോബൽ മൊബൈൽ നമ്പേഴ്സ് ആണ് വേണ്ടത്. സോ ഒരു ഗ്ലോബൽ മൊബൈൽ നമ്പേഴ്സ് നമ്മൾ മുകളിലാണ് ആക്ച്വലി കൊടുത്തിട്ടുള്ളത്. ഗെറ്റ് ടോട്ടൽ മൊബൈൽ നമ്പേഴ്സ് അല്ല കേട്ടോ, ഗ്ലോബൽ മൊബൈൽ നമ്പേഴ്സ് തന്നെ നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ടല്ലോ, ആ ഒരു വേരിയബിൾ നമുക്കൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ആക്ച്വലി ഇവിടെ ഇല്ല. ഓക്കെ. ഗെറ്റ് ഗ്ലോബൽ മൊബൈൽ നമ്പേഴ്സ്. ഈ ഒരു ഗ്ലോബൽ മൊബൈൽ നമ്പേഴ്സ് നമുക്ക് ഈ ഒരു ലിസ്റ്റിന്റെ എവിടെയായിട്ട് ജസ്റ്റ് കൊണ്ട് കണക്ട് ചെയ്യാം. സോ അത് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു എൽസ് കൊടുക്കാം. ഓക്കെ. സോ ഈ ഒരു എൽസിൽ സപ്പോസ് നമ്മുടെ ആ ഒരു നമ്മൾ കൊറി സെർച്ച് ചെയ്തിട്ട് ആ ഒരാൾ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് പോകണം, ഇൻവൈറ്റേഷൻ മെസ്സേജ് പോകണം. സോ നമുക്ക് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി സെറ്റ് ചെയ്താലും മതി. ഈ ഒരു എൽസിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യാണ്. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ നമ്മൾ ആ ഒരു എൽസിൽ നമ്മൾ ആ ഒരു കൊണ്ട് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ്, ഇൻവിറ്റേഷൻ മെസ്സേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ കണ്ടന്റ് ഒന്ന് അൺവിസിബിൾ ചെയ്യാം. സെർച്ച് ഫോർ കോൺടാക്ട്. നമുക്ക് ആ ഒരു മെയിൻ ലിസ്റ്റ് ഒന്ന് വിസിബിലിറ്റി ഓൺ ആക്കാം. ഓൾസോ നമ്മുടെ ആ ഒരു സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റ് ഒന്ന് വിസിബിലിറ്റി ഓൺ ആക്കി വെക്കാം. സോ ഇനി നമുക്ക് ഇതിന്റെ എല്ലാം വിസിബിലിറ്റി ഒന്ന് ടേൺ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റ് മാത്രം ഒന്ന് എനേബിൾ ചെയ്യാനായിട്ടുണ്ട്.
സോ കോണ്ടാക്ട്സ്, ഈ ഒരു കോണ്ടാക്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിബിൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു കോണ്ടാക്ട്സിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു തൊട്ടടിയിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിനുള്ളിലേക്ക് നിങ്ങളൊന്ന്, സോറി വെർട്ടിക്കൽ അറേഞ്ച്മെന്റിനുള്ളിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് അൺവിസിബിൾ ചെയ്യാം. ഓക്കെ, സോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെലക്ട് കോൺടാക്ട്സ് ഫോർ ഇൻവൈറ്റ് ഒന്ന് അൺവിസിബിൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റ് ഒന്ന് വിസിബിലിറ്റി ടേൺ ഓൺ ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഓൾസോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു എന്താ പറയാ ഹോം ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ പെർമിഷൻ ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്ക്രീനിൽ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ലിയോ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോൾ ലിയോ കോൺടാക്ട് ലിസ്റ്റ് 1 ഗെറ്റ് കോൺടാക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തെ നമ്മൾ ഇവിടെ കൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്യുക. ഒരു ഹോം സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സംഭവത്തെ നമ്മൾ കോൾ ചെയ്യുക. സോ ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ ഇല്ലയോ നോക്കാം. സോ വാട്സാപ്പിനെ പോലെ തന്നെ ആ ഒരു ഹോം സ്ക്രീനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ 3 ടാബ്സ് ഉണ്ട്: ചാറ്റ്സ്, സ്റ്റാറ്റസ്, കോൾസ്. വാട്സാപ്പിന്റെ എക്സാക്ട് സെയിം ലൈക്ക് ആ ഒരു ടാബ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ആക്ച്വലി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ആഡ് ചെയ്തതാണ്. അതിന് വലിയ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടില്ല. സോ നമ്മൾ ആ ഒരു ഇൻവൈറ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോൺടാക്ട് ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. സോ ഇവിടെ നമുക്കിപ്പം ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പം 2 യൂസർ, അതായത് രണ്ടല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലെ ഏതൊക്കെ യൂസേഴ്സ് നമ്മുടെ സെയിം ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവരുമായിട്ട് മാത്രമേ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത യൂസറെ നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻവൈറ്റേഷന്റെ ആ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നതാണ് കേട്ടോ. ആ ഒരു ടെക്സ്റ്റിങ്ങിലൂടെ സെൻഡ് ആവുന്നതാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു യൂസറെ നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരു സെർച്ച് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ ഞാനിപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു ആപ്പിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഈ ഒരു നമ്പറാണ് ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സപ്പോസ് ഞാനിപ്പം ഇപ്പം ഞാൻ ഈ ഒരു നമ്പറാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു എന്താ പറയാ ആ ഒരു ചാറ്റിലേക്ക് പോകുന്നതാണ്. സപ്പോസ് അല്ലാത്തൊരു നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ മെസ്സേജ് സെൻഡിങ് എന്ന് പറഞ്ഞ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. സോ ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സെർച്ചിൽ നമ്മൾ ആ ഒരു നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്യുന്നു, സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചാറ്റ് സ്ക്രീനിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോം സ്ക്രീൻ ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വാട്സപ്പിലെ ചാറ്റ് സ്ക്രീനിൻ്റെ ഡിസൈനും കാര്യങ്ങളുമാണ്. ഓക്കെ, ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാതെ തന്നെ നമ്മുടെ ചാറ്റ് സ്ക്രീനിൻ്റെ ഡിസൈനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ടൈറ്റിൽ ഒന്ന് അൺവിസിബിൾ ചെയ്യാം. സ്ക്രീൻ 1 ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം ടൈറ്റിൽ ഒന്ന് ജസ്റ്റ് അൺവിസിബിൾ ചെയ്യുക. ഓൾസോ നമ്മുടെ സ്റ്റാറ്റസ് ബാറിൻ്റെ കളർ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ബ്ലോക്ക് സെക്ഷനിലേക്ക് ഒന്ന് പോവുക. സോ അതിനുശേഷം നമ്മുടെ ചാറ്റ്സിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെൻ ചാറ്റ്സ് ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞ ബ്ലോക്കിനെ എടുത്ത് ഇവിടെ കൊണ്ട് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാറ്റ്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സെറ്റ് ചാറ്റ് സ്ക്രീൻ സ്റ്റാറ്റസ് ബാർ കളർ ടു മേക്ക് എ കളർ ചെയ്യുക. കളറിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മേക്ക് എ കളർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ബ്ലോക്കിൽ ചെയ്തിട്ടുള്ള അതേ കളർ കോഡ് തന്നെ സെറ്റപ്പ് ചെയ്യുക. സോ നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത കളർ എന്ന് പറഞ്ഞാൽ 57668 ആയിരുന്നു. സോ ഇവിടെ അത് തന്നെ ചെയ്യുക. 57668. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഫിൽ പാരൻ്റ് കൊടുക്കാം. ഹൈറ്റ് നമുക്ക് 56 px കൊടുക്കാം. സോ ഈ ഒരു സ്ക്രീനിലാണ് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ, വീഡിയോ കോളിൻ്റെ ഓപ്ഷനൊക്കെ കാണിക്കുന്നത് കേട്ടോ. സോ ഓക്കെ, സോ ഇതിനുള്ളിലേക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. നമ്മൾ ആ നേരത്തെ ചെയ്ത അതേ സെയിം കളർ തന്നെ, ഈ ഒരു കളർ കോഡ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ ഒരു കളർ തന്നെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കളർ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമുക്കൊരു സ്പേസ് ആഡ് ചെയ്യാം. ലേഔട്ടിൽ നിന്നും ജനറലിൽ നിന്നും ഒരു ചെറിയ സ്പേസ് ഇതിനുള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 5% കൊടുക്കാം. ഓൾസോ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്കൊന്ന് വെർട്ടിക്കലി ഒന്ന് സെൻറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, സോ ഒരു 5px കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലേബൽ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ ബാക്ക് ബട്ടണിന് വേണ്ടിയിട്ടുള്ളൊരു ലേബലാണ്. സോ നമുക്ക് ഇതിൻ്റെ ആരോ ബാക്ക് എന്ന് നെയിം കൊടുക്കാം, ആരോ ബാക്ക്. ഓക്കെ, ഓരോ മെറ്റീരിയൽ ഐക്കൺസിനും ഓരോ കോഡ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ നോക്കിയാലും കിട്ടും. സോ ഫോൺ ടൈപ്പ് ഫേസിൽ നമുക്ക് മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്ത് കൊടുക്കാം. സോ ഒരു ബാക്ക് ബട്ടൺ വന്നിട്ടുണ്ട്. ഓൾസോ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. ഓൾസോ നമുക്ക് ഇതിൻ്റെ സൈസ് ഒരു 24 or 24 കൊടുക്കാം. ഓക്കെ, സോ ആ ഒരു ഐക്കൺ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്പേസും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിന് നമുക്ക് നമ്മൾ ചെയ്ത പോലെ തന്നെ 5px കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണം. നമ്മുടെ ആ ഒരു വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ക് ഉണ്ടല്ലോ, അത് കാണിക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ആഡ് ചെയ്യണം. സോ ഒരു ഇമേജ് ആഡ് ചെയ്യണം. അതിനായിട്ട് യൂസർ ഇൻ്റർഫേസിൽ പോവുക, എന്നിട്ടൊരു ഇമേജ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്കൊരു 30px കൊടുക്കാം. ഹൈറ്റും വിഡ്ത്തും ഒരു 30px. ഓക്കെ, സോ നമ്മളൊരു ഇമേജിനൊരു 30px സെറ്റ് ചെയ്തിട്ടുണ്ട്. I don't know why that image. ഒന്നും കൂടി ഒന്ന് ഇമേജ് ആഡ് ചെയ്യട്ടെ. ഓക്കെ, ഹൈറ്റും വിഡ്ത്തും നമ്മൾ 30px ആണ് കൊടുക്കുന്നത്, വിഡ്ത്തും 30px കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഒരു ഇമേജിന് നമ്മളൊരു ഇമേജ് കൊടുക്കാൻ പോകണം. നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഇമേജ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇവിടെ നമുക്ക് ആ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ ആവശ്യമാണ്. സോ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ ഐക്കൺസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ കയറി സെർച്ച് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐക്കൺസ് കിട്ടുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് വേണ്ടത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഐക്കൺ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്, ആ ഒരു ഐക്കൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇമേജ് നമുക്ക് നമ്മുടെ അസറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം, അക്കൗണ്ട് സർക്കിൾ. ഓക്കെ, സോ ആ ഒരു ഐക്കൺ ഇമേജ് നമ്മളിവിടേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു ചെറിയ സ്പേസും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 5px കൊടുക്കാം. ഓക്കെ, സോ ഇതിനുള്ളിലേക്ക് നമ്മൾക്ക് ഇനി ഒരു ലേബൽ ആഡ് ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ അല്ലെങ്കിൽ കോൺടാക്ട് നെയിം എഴുതി കാണിക്കാനുള്ള ഒരു മൊബൈൽ നമ്പർ നമ്മൾ ഇതിനുള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ യൂസർ ഇൻ്റർഫേസിൽ നിന്നും ഒരു ലേബൽ ഞാൻ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാണ്. സോ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ, ഒരു സാമ്പിൾ നമ്പർ അടിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ നമ്പർ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഓൾസോ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ടെക്സ്റ്റ് കളർ ഒന്ന് വൈറ്റ് ആക്കുകയാണ്. ഓൾസോ ഈ ഒരു ഫോണിൻ്റെ സൈസ് ഞാനൊരു 18 കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഒരു 16 കൊടുക്കാം. ഓക്കെ, 18 കൊടുക്കാം. അപ്പം ഫോൺ സൈസ് ഞാൻ 18 കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഞാൻ ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈൽ ഞാൻ ഒന്ന് ജസ്റ്റ് മാറ്റുകയാണ്. ഓക്കെ, ആ ഒരു ഫോൺ സ്റ്റൈൽ ഞാനൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. വേണമെങ്കിൽ ബോൾഡ് കൊടുക്കണമെങ്കിൽ ബോൾഡ് കൊടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സോ നമ്മളൊരു ഫോൺ സൈസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്പേസ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ഒരു സ്പേസ് ഞാൻ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 5px കൊടുക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, വലിപ്പം കുറവാണല്ലോ, സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക ഈ ഒരു Nexus 7 ഒക്കെ Nexus 9 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ വ്യൂ ആണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ. സോ ഞാനിപ്പോൾ ഇതിൽ തന്നെ ഡിസൈൻ ചെയ്യാണ്. സോ ഇവിടെ നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ചെറിയ സ്പേസ് നമ്മൾ മൊബൈൽ നമ്പർ ശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ഐക്കൺ വേണം, അതായത് ഒരു വീഡിയോ കോളിൻ്റെ ഐക്കൺ ആവശ്യമാണ്. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ ലേബൽ എടുക്കുക, യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഒരു ലേബൽ എടുക്കുക. സോ ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ടെക്സ്റ്റിന് നമ്മൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ക്യാം എന്ന് സെർച്ച് ചെയ്യുക. വീഡിയോ ക്യാം എന്ന് സെർച്ച് ചെയ്യുക, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. ഓക്കെ, സോ അതിവിടെ വന്നിട്ടുണ്ട്. ഓൾസോ നിങ്ങളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കുക. ഓൾസോ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല കേട്ടോ, എന്താ പറയുക ഫോണ്ടിൻ്റെ ടെക്സ്റ്റ് കളർ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് ആക്കുക. ഓൾസോ ഇതിൻ്റെ സൈസ് ഒരു 24 കൊടുക്കാം. ഓക്കെ, സോ ആ ഒരു ഐക്കൺ ഇവിടെ ആക്ച്വലി അതും ഇവിടെ വന്നിട്ടുണ്ട്. ഓൾസോ നമ്മൾ ഒരു ചെറിയ സ്പേസും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 5px ഓർ
ഒരു 10px കൊടുക്കാം. സോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു 10px കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കോളിൻ്റെ വിളിക്കാനുള്ള ഒരു കോളിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് ഒരു ലേബലും കൂടി യൂസർ ഇൻ്റർഫേസിൽ നിന്നും ആഡ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റിൻ്റെ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോൺ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഫോൺ ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ടിൻ്റെ ടെക്സ്റ്റ് കളർ നമുക്കൊന്ന് വൈറ്റ് ആക്കാം. ഓൾസോ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊരു 25 കൊടുക്കാം, 24 കൊടുക്കാം. മറ്റേത് നമ്മൾ കൊടുത്ത പോലെ തന്നെ 24 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പേസും കൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയ സ്പേസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമുക്കിതിൻ്റെ വിഡ്ത്ത് ഒരു 10px കൊടുക്കാം, ഓർ 10 ഓർ 15px കൊടുക്കാം. സോറി, ഓക്കെ, ഞാനതിന് 15px കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ 3 ഡോട്ട് മെനു ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യാനുണ്ട്. സോ ഒരു ലേബലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ എന്താ പറയുക, ഇവിടെ നിങ്ങൾ മോർ വെർട്ട് എന്ന് അടിക്കുക, MORE_VERT എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൺ ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഫോൺ സൈസ് ഒരു 24 നമ്മൾ നേരത്തെ കൊടുത്ത് തന്നെ സെറ്റ് ചെയ്യുക. ഓൾസോ ടെക്സ്റ്റിൻ്റെ കളർ നിങ്ങൾ ജസ്റ്റ് വൈറ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ അതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്പേസും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ലേഔട്ടിൽ നിന്നും ജനറലിൽ നിന്നും ഒരു ചെറിയ സ്പേസും കൂടി ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 20px കൊടുക്കാം കേട്ടോ. സോ 20px കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽ പാരൻ്റ് കൊടുക്കാം കേട്ടോ. സോ അതിൻ്റെ വിഡ്ത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഫിൽ പാരൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഴയ ഡിവൈസിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ബാക്കോട്ട് പോകാം. ഗൂഗിൾ പിക്സൽ 3 ഇതാണെന്ന് തോന്നുന്നു, അല്ലായിരുന്നോ? സോ നമ്മുടെ പഴയ ഡിവൈസിലേക്ക് നമ്മളത് തിരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ പഴയ ഡിവൈസിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് റീനെയിം ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, സോ ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീനെയിം ചെയ്യാം. സോ നമ്മുടെ ഹോറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ജസ്റ്റ് ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, ഓൾസോ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഫസ്റ്റത്തത് ലേബൽ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോ ഐക്കണാണ്. സോ നമുക്ക് ആ ഒരു ഇവിടെ ജസ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ എന്ന് റീനെയിം ചെയ്യാം. സോ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ പഴയ വ്യൂയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലേബൽ ബാക്ക് ആയിട്ടുണ്ട്. ഓൾസോ ഇത് നമ്മുടെ ഇമേജ് 1 നമ്മുടെ പ്രൊഫൈൽ ഐക്കണാണ്. സോ അത് നമുക്ക് പ്രൊഫൈൽ ഐക്കൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം, റീനെയിം ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. അവിടെ ജസ്റ്റ് നമുക്ക് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യാം. ഓക്കെ, ഓൾസോ നമുക്ക് ഇവിടെ നമ്മുടെ എന്താ പറയുക, വീഡിയോയുടെ ഐക്കണാണ്, വീഡിയോ കോളിൻ്റെ. സോ നമുക്കിവിടെ ജസ്റ്റ് വീഡിയോ കോൾ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യാം. ഓക്കെ, അടുത്ത ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളിൻ്റെ ഐക്കണാണ്. സോ നമുക്കത് കോൾ എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യാം. ഓക്കെ, സോ ഫൈനലായിട്ടുള്ളത് നമ്മുടെ 3 ഡോട്ട് മെനു ആണ്. സോ അത് 3 ഡോട്ട് മെനു എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീനെയിം ചെയ്യാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള ഡിസൈനും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പഴയ വ്യൂയിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ, സോ ഇവിടേക്കുള്ള കാര്യങ്ങൾ നമുക്ക് റീനെയിം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഫിൽ പാരൻ്റ് കൊടുക്കാം കേട്ടോ. സോ ഈ നമുക്ക് ഈ ഒരു സ്ക്രീൻ, ഈ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് നമുക്കൊന്ന് റീനെയിം ചെയ്തിട്ട് ചാറ്റ് സ്ക്രീൻ എന്ന് കൊടുക്കാം. ഓക്കെ, ചാറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇതിന് തൊട്ട് താഴോട്ട് നമുക്ക് വേറൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. കണ്ടില്ലേ, തൊട്ട് താഴോട്ട് കേട്ടോ, ഈ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് തൊട്ട് താഴോട്ടൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ജസ്റ്റ് ഫിൽ പാരൻ്റ് കൊടുക്കാം, ഹൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ലീവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനുള്ളിലേക്ക് നമുക്കൊരു കാർഡ് വ്യൂ ആഡ് ചെയ്യാം. നമ്മുടെ ലേഔട്ടിൽ നിന്നും ജനറലിൽ നിന്നും ഒരു കാർഡ് വ്യൂ നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാണ്.
ഓക്കെ, സോ ഇതിന് നമുക്ക് എന്താ പറയുക, സോ ഈ ഒരു കാർഡ് വ്യൂവിൻ്റെ കോർണർ റേഡിയസ് നമുക്കൊരു 20 കൊടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ എലവേഷൻ നമുക്കൊന്ന് 1 കൊടുക്കാം. ഓൾസോ ഇതിൻ്റെ ടോപ്പ് പാഡിങ് നമുക്ക് 5 കൊടുക്കാം. ഓൾസോ ഇതിൻ്റെ ബോട്ടം പാഡിങ്ങും നമുക്ക് 5 കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ചാറ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. നമുക്കൊരു ചെറിയ സ്പേസ് ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ സ്പേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ ഓക്കെ, സോ നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ഐക്കൺ ആവശ്യമുണ്ട്. നമുക്കിവിടെ ഒരു ഐക്കൺ ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ നമുക്കൊരു ജസ്റ്റ് ഒരു യൂസർ ഇൻ്റർഫേസിൽ നിന്നും ഒരു ചെറിയ ബട്ടൺ ആഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. സോ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നമുക്ക് വെർട്ടിക്കലി ഒന്ന് സെൻറ്റർ ആക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്കൊരു 50 px കൊടുക്കാം. ഹൈറ്റും വിഡ്ത്തും 50 px നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ടെക്സ്റ്റിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് മൈക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മൈക്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ സൈസ് നമ്മളൊരു 24 തന്നെ കൊടുക്കാം. ഓക്കെ, സോ അത് കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഓൾസോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ആ ഒരു വാട്സപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, ഓൾസോ നമുക്ക് ആ ഒരു ഫോണ്ടിൻ്റെ ഷേപ്പ് നമുക്കൊരു റൗണ്ടഡ് ഷേപ്പ്, ഓവൽ ഷേപ്പ് ആക്കാം. സോ നമ്മുടെ ആ ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ബട്ടൺ നമുക്കൊന്ന് ജസ്റ്റ് റീനെയിം ചെയ്യാം. ഇത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനാണ്, മെസ്സേജ് സെൻഡ് ചെയ്യാനാണ്. സോ നമുക്ക് മൈക്ക് ബട്ടൺ അടിക്കാം. ഓക്കെ, മൈക്ക് അല്ലെങ്കിൽ മൈക്ക് ഓർ സെൻഡ് ബട്ടൺ അടിക്കാം. ഓക്കെ, മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ബട്ടൺ കൂടിയാണല്ലോ. സോ നമ്മൾ അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് നമുക്കൊരു ചെറിയ സ്പേസും കൂടി ഇതിൻ്റെ ഇവിടെ ആയിട്ട് ആഡ് ചെയ്യാം. ജനറലിൽ നിന്നും ഒരു ചെറിയ സ്പേസ് നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാണ്. സോ ഇതിൽ നമുക്കൊരു വിട്ടൊരു അധികമൊന്നും വേണ്ട, ഒരു 1% നമുക്ക് കൊടുക്കാം. അറ്റത്തായിട്ട് ഒരു 1% നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ലേഔട്ട് ജനറൽ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഈ ഒരു കാർഡ് വ്യൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽ പാരൻ്റ് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ കാർഡ് വ്യൂവിൻ്റെ വിഡ്ത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽ പാരൻ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ചെറിയ സ്പേസ് ആഡ് ചെയ്യാം. ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ചെറിയ കാർഡ് വ്യൂ ആണ് ആഡ് ചെയ്തത്. നമ്മളൊരു ചെറിയ സ്പേസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ഇതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് നമുക്കൊരു 5 px കൊടുക്കാം. ഓക്കെ, ഒരു ചെറിയൊരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ചെറിയ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണം. യൂസർ ഇൻ്റർഫേസിൽ നിന്നും നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് വേണമല്ലോ. സോ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ബോക്സ്, ചെറുതല്ല, ഒരു ടെക്സ്റ്റ് ബോക്സ് ഇതിനുള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഒരു ചെറിയ സ്പേസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് വിഡ്ത്ത് ഒരു 5 px തന്നെ കൊടുക്കാം. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ മീഡിയാസ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഐക്കൺ കൊടുക്കാനുണ്ട്. സോ അതിനായിട്ട് നമുക്ക് ഒരു ലേബൽ, യൂസർ ഇൻ്റർഫേസിൽ നിന്നും ഒരു ചെറിയ ലേബൽ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ലേബൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലേബലിന് നമ്മൾ സ്പേസ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ലേബൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വലുപ്പ വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അറ്റാച്ച് ഫയൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോറി, ടൈപ്പ് ചെയ്യാം attach_file. വേണ്ട. ഓക്കെ, അറ്റാച്ച് ഫയൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. സോ കണ്ടില്ല, ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഓൾസോ ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് 24 കൊടുക്കാം. ഓൾസോ നമ്മുടെ ടെക്സ്റ്റ് കളർ നമുക്ക് ഇതിൽ ഒരു ഗ്രേ കളർ ചൂസ് ചെയ്യാം കേട്ടോ. സോ അതാണ് ആക്ച്വലി ആപ്റ്റ് ആയിട്ടുള്ളത്. സോ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേബലും കൂടി ആഡ് ചെയ്യാം. നമുക്ക് രണ്ടും അവസാനമായിട്ട് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ.
സോ അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഒരു ലേബലും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ആ ഒരു ലേബൽ നമുക്ക് ആക്ച്വലി അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറയുടെ ഒരു ഐക്കണാണ്. സോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോ അണ്ടർസ്കോർ ക്യാമറ എന്നാണ്. ഓക്കെ, ഫോട്ടോ അണ്ടർസ്കോർ ക്യാമറ കൊടുക്കാന്ന് ശേഷം ഫോൺ ടൈപ്പ് ഫേസിൽ നിന്ന് മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യാൻ കണ്ടില്ലേ, ക്യാമറ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫോൺ സൈസ് നമുക്കൊരു 24 തന്നെ കൊടുക്കാം. ഓൾസോ ഇതിൻ്റെ ടെക്സ്റ്റ് കളർ നമുക്ക് ആ ഒരു ഗ്രേ കളർ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഗ്രേ കളറും നമ്മൾ ആക്ച്വലി ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആക്ച്വലി ആ ഒരു ഇമോജീൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലേ, ആ ഒരു ഇമോജിയും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു ലേബലും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ആ ഒരു ലേബലിൽ നിങ്ങൾ ജസ്റ്റ് മൂഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സ്മോൾ ലെറ്ററിൽ മൂഡ് എന്ന് ടൈപ്പ് ചെയ്യാൻ ശേഷം നമ്മുടെ ഫോൺ ടൈപ്പ് ഫേസിൽ നിന്നും മെറ്റീരിയൽ ഐക്കൺ ചൂസ് ചെയ്യുക. കണ്ടില്ല, ആ ഒരു ഇമോജിൻ്റെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഫോൺ സൈസ് നമുക്ക് 24 തന്നെ കൊടുക്കാം. ഓൾസോ നമ്മുടെ ടെക്സ്റ്റ് കളർ നമുക്ക് വൈറ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ അത് ചൂസ് ചെയ്തിട്ടുണ്ട്. സോറി, വൈറ്റ് അല്ല ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ഗ്രേ കളർ ചൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 സ്പേസ് ആഡ് ചെയ്യണം ആക്ച്വലി. സോ നമുക്ക് ചെറിയ 3 സ്പേസ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആക്ച്വലി ദിസ് ഇസ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ബിക്കോസ് നമുക്ക് ആ ഒരു ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാമല്ലോ. സോ നമുക്ക് ആദ്യം ഒരു സ്പേസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ സ്പേസ് എടുക്കുന്നു, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് 10 px കൊടുക്കാം അല്ലേ. ഓക്കെ, 10 px ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, 10 px കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു അറ്റാച്ച് ഫയലിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, കണ്ടോ, അറ്റാച്ച് ഫയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ആ ഒരു ക്യാമറേൻ്റെ ഐക്കൺ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് ശേഷം നമുക്കിവിടെ ഒരു ചെറിയ സ്പേസും കൂടി ആഡ് ചെയ്യാം. അറ്റത്തായിട്ട് നമുക്കൊരു ചെറിയ സ്പേസും കൂടി ആഡ് ചെയ്യാം. സോ ഇവിടെ നമുക്കൊരു വിഡ്ത്ത് 20 px കൊടുക്കാം അല്ലേ. ഓക്കെ, ഞാനൊരു 20 px ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇമോജിയുടെ ഐക്കണും ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ നമുക്ക് ഒരു ചെറിയ സ്പേസും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇതും ഞാനൊരു വിഡ്ത്ത് ഒരു ആക്ച്വലി നമുക്ക് ആ ഒരു ആദ്യം ഒരു ഇമോജി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു ഒരു 5 px കൊടുക്കാം. ഓക്കെ, നമ്മൾ 5 px കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് ഫിൽ പാരൻ്റ് കൊടുക്കാം. സോ ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 5 px തന്നെ കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ലെങ്തിയാണ്. സോ ഒരു 5 px കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഇത് നമുക്കൊരു 5 px തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് ഫിൽ പാരൻ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആക്ച്വലി. സോ ഇനി നമ്മളൊരു ചെറിയ കാര്യം ചെയ്യാനായിട്ട് മറന്നുപോയി. നമ്മുടെ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഹിൻഡിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഹിൻഡിൽ നിങ്ങൾ ടൈപ്പ് യുവർ മെസ്സേജ് എന്നോ അങ്ങനെ ഇതിലും ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ എന്താണോ ഉള്ളത് അത് തന്നെ ടൈപ്പ് ചെയ്യാം കേട്ടോ. സോ ഹിൻഡിൻ്റെ കളർ നമുക്കൊരു ഗ്രേ കളർ കൊടുക്കാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾസോ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് തന്നെ മതി. സോ നമ്മൾ ആക്ച്വലി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ജസ്റ്റ് നണ്ണ് കൊടുക്കാം അല്ലേ. ഓക്കെ, വൈറ്റ് ഓർ നണ്ണായാലും ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് നണ്ണ് കൊടുക്കാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ സോറി, ബാക്ക്ഗ്രൗണ്ട് കളർ ആക്ച്വലി നമുക്ക് വൈറ്റ് തന്നെ സെറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ വാട്സപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ചാറ്റ് സ്ക്രീൻ ഉണ്ടല്ലോ, ചാറ്റ് സ്ക്രീനിലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. സോ ചാറ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ഈ ഒരു ഇമേജ് നമ്മൾ ചൂസ് ചെയ്യാണ്. ഓക്കെ, കണ്ടില്ലേ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ നമ്മുടെ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കിയോ എന്ന് ഡൗട്ട് ഉണ്ട്. സോ നമുക്കത് ജസ്റ്റ് സെൻറ്റർ ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാം സെൻറ്റർ ആക്കിയിട്ടുണ്ട്. ഓൾസോ നമ്മുടെ കാർഡ് വ്യൂയുടെ അലൈൻമെൻറ്റും നമുക്കൊന്ന് ജസ്റ്റ് സെൻറ്ററിലോട്ടാക്കാം. ഓക്കെ,
സോ എല്ലാ കാര്യങ്ങളും ആക്ച്വലി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റ് സ്ക്രീൻ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്ക് പാർട്സ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫയർ ബേസുമായിട്ടുള്ള കണക്ഷൻ വരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി എത്ര യൂസേഴ്സിന് വേണമെങ്കിലും പരസ്പരം ചാറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിന്ന് ഈ ഒരു ആപ്ലിക്കേഷനെ മാറ്റുന്നുണ്ട്. സോ ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ടൈപ്പ് ചെയ്യാനുള്ള. സോ അവിടെ നിങ്ങൾ മൾട്ടി ലൈൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ബിക്കോസ് നമുക്ക് അടിയിലായിട്ട് നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് എഴുതാനുണ്ടല്ലോ. സോ മൾട്ടി ലൈൻ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. സോ അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് സെക്ഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. സോ അവിടെ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വെൻ ടെക്സ്റ്റ് ബോക്സ് വൺ ഓൺ ടെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോക്കിനെ ഇവിടെ വയ്ക്കുക. സോ അതിനുശേഷം ഒരു ഈഫ് ദെൻ കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, സോ ഈഫ് ടെക്സ്റ്റിൽ ഈസ് എം ടി കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിന് ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് വിഡ്ത്ത് അല്ല, ഇവിടെ ടെക്സ്റ്റ് ഒന്ന് മാറ്റുക. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ ബ്ലോക്സ് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ ഇൻപുട്ടിൽ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കാൻ നേരത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വോയിസ് റെക്കോർഡിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ മാറിയിട്ട് അവിടെ സെൻഡ് എന്ന് പറഞ്ഞുള്ള ഇമേജ് വരണം. സോ നമ്മളിവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കണം, ടെക്സ്റ്റ് ബോക്സ് എം ടി ആയിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഇമേജ് തന്നെ അവിടെ വരണം. അതാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ദെന്നിൻ്റെ ഇവിടെ നമ്മൾ നമ്മുടെ സെൻഡ് ഓർ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് മൈക്ക് ഓർ സെൻഡ് ബട്ടൺ ടെക്സ്റ്റ് ടു മൈക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. ആ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ആവുകയാണ് അവിടെ ആക്ച്വലി ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് മൈക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഓൾസോ നമ്മളിവിടെ ഒരു ദെൻ കണ്ടീഷൻ കൊടുക്കുക, എൽസ് കൊടുക്കുക. സോ ഈ എൽസിൻ്റെ ഇവിടെ നിങ്ങൾ സെറ്റ് മൈക്ക് ബട്ടൺ ടെക്സ്റ്റ് ടു ഇവിടെ നിങ്ങൾ സെൻഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോ സെൻഡ് ബട്ടൺ ആയിട്ട് ഇവിടെ മാറുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ നമ്മുടെ ആ ഒരു ഫയർ ബേസ് ഡാറ്റാബേസ് നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഗൂഗിളിൽ പോവുക, ഫയർ ബേസ് ഡാറ്റാബേസ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. സോ ഈ ഒരു ഫയർ ബേസ് ഡാറ്റാബേസിനെ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. സോ ഇവിടെ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് സ്റ്റോറിങ് ദ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നമ്മുടെ ഫയർ ബേസിൻ്റെ ടോക്കണും കീസും കാര്യങ്ങളും അടിക്കണം. സോ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്ക്രീനിലൊക്കെ സെറ്റപ്പ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. സോ ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, so then we are pasting to our chat section. Okay, so നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ഫയർ ബേസിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, ആ ഒരു ലിങ്കും കൂടി നമ്മളൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ചാറ്റ്സിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ആ ഒരു ഫയർ ബേസ് ഡാറ്റാബേസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടൈനി ഡി ബിയും കൂടി നമുക്ക് സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫയർ ബേസ് ഡാറ്റാബേസും കൂടി ആവശ്യമായിട്ടുണ്ട്. സോ ഗൂഗിളിൽ നിന്നും ഒരു ഫയർ ബേസ് ഡാറ്റാബേസും കൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ API കീയും ടോക്കണും കാര്യങ്ങളും മാറ്റാനുണ്ട്. സോ ഈ ഒരു ഫയർ ബേസ് ഡാറ്റാബേസിനെ നമുക്കൊന്ന് റിനെയിം ചെയ്യാം. ഇതിന് നമ്മൾ സ്ട്രിങ് ഫോർ റിസീവർ എന്ന് പറഞ്ഞു കൊടുക്കാം. ആ റിസീവർ മെസ്സേജിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയർ ബേസ് ആണ് ഈ ഒരു സ്ട്രിങ് എന്ന് ഈ ഒരു ഫയർ ബേസ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൊജക്റ്റ് ബക്കറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം, ഓൾസോ ഇതും ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ API കീ നമ്മൾ നേരത്തെ മുകളിൽ കൊടുത്ത സെയിം സാധനം തന്നെ ഇവിടെയും കൊടുക്കാം. ഓക്കെ, ഓൾസോ ഇതിൻ്റെ ലിങ്കും നമുക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്ലോക്ക് സെക്ഷനിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, സോ ഇനി നമ്മളൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം, സൈറ്റോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ വെൻ സെൻഡ് ഓർ മൈക്ക് ഓർ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈഫ് ദെൻ കണ്ടീഷൻ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു ഈഫിൻ്റെ ഇവിടെ നിങ്ങൾ നമ്മുടെ ലോജിക്കിൽ പോയിട്ട് ഈ ഒരു സംഭവത്തെ കൊണ്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുക. സോ ഈ ഒരു ഈഫിൻ്റെ ഇവിടെ സെൻഡ് ഓർ മൈക്ക് ബട്ടൺ സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു മൈക്ക് ഓർ സെൻഡ് ബട്ടൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ സെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, സെൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫയർ ബേസ് ഡാറ്റാബേസ് നമ്മുടെ സ്റ്റോറിങ് ദ ഡാറ്റ എന്ന് പറഞ്ഞ ആ ഡാറ്റാബേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ഇവിടെ സെറ്റ് സ്റ്റോറിങ് ദ ഡാറ്റ ഫയർ ബേസ് URL ടു ഇവിടെ URL നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫയർ ബേസിൻ്റെ URL ഉണ്ടല്ലോ,
നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം URL ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലോക്ക് സെക്ഷനിൽ ഈ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ അതിന് മുന്നായിട്ട് നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൽ പോവുക, എന്നിട്ട് ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് എടുക്കുക. ഈ ഒരു ജോയിൻ്റെ ഇവിടെ കൊണ്ട് നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇത് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ TinyDB ഉണ്ടല്ലോ, ആ ഒരു TinyDB ഒന്ന് കോൾ ചെയ്യുക. സോ എന്നിട്ട് ഈ ഒരു ഗെറ്റ് വാല്യൂ ടാഗ് നോട്ട് ദെയർ എന്ന് പറഞ്ഞതിനെ തൊട്ടടുത്ത് കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ ഈ ഒരു ടാഗിൻ്റെ ഇവിടെ നിങ്ങൾ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് കൊടുക്കുക. ഈ ഒരു ടാഗ് ഏതാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻട്രഡക്ഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഒരു സെയിം ടാഗ് ഉണ്ടല്ലോ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ചാറ്റ് സെക്ഷനിൽ. സോ ടാഗിൻ്റെ അവിടെ നമ്മൾ മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, സോ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ടെക്സ്റ്റും കൂടി എടുത്തിട്ട് ഇവിടെ ഓക്കെ ഈ ജോയിൻ്റ് ഇവിടെ ഒരു സ്ട്രിങ്ങും കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു സ്ലാഷ് കൊടുക്കുക. ഓക്കെ, സോ ഒരു സ്ട്രിങ്ങും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ കൺട്രോളിൽ പോയതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് വാല്യൂ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇനി നമ്മുടെ ഫയർബേസിലെ ഡാറ്റാബേസിൽ ഒന്ന് കോൾ ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. സ്റ്റോർ ദ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വാല്യൂ ടു സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോക്കിനെ നിങ്ങൾ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ടാഗിൻ്റെ ഇവിടെ നിങ്ങൾ ചാറ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ടാഗിൽ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് കൊടുക്കുക. സോ തൊട്ടടിയിലായിട്ട് നമ്മൾ ഒരു ജോയിൻ കൊടുക്കുക, ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഒരു ജോയിൻ ബട്ടൺ കൊടുക്കുക. സോ ഈ ഒരു ജോയിൻ്റെ ഇവിടെ നിങ്ങൾ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുക്കുക. ഒരു ബ്ലാങ്ക് ടെക്സ്റ്റിൽ ജോയിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സെൻറ്റർ എന്ന് പറഞ്ഞുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് നമ്മൾ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ഇത് വിസിബിൾ മാറ്റി ടെക്സ്റ്റ് എന്നാക്കാം. ഓക്കെ, ഇതിവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫയർബേസ് ഡാറ്റാബേസിൻ്റെ സ്ട്രിംഗ് ഫോർ റിസീവറിൻ്റെ ലിങ്കും സെറ്റ് ചെയ്യണം. സോ സ്ട്രിംഗ് ഫോർ റിസീവറിൻ്റെ ആ ഒരു ഫയർബേസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫയർബേസ് URL2 എന്നുള്ളത് നമ്മുടെ ആ ഒരു സെയിം URL, ഈ ഒരു URL തന്നെയാണ്, എല്ലാം സെയിം URL ആണ്. സോ ഈ ഒരു URL നിങ്ങൾ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്താലും മതി കേട്ടോ. സോ അതുകൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ജോയിനും കൂടി കൊടുക്കണം. ജോയിൻ കൊടുത്തതിന് ശേഷം കൊടുക്കാം. ഇവിടെ ഒരു ജോയിൻ എടുക്കുന്നു, ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. സോ ഇതിവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് വാല്യൂ ഒന്നും കൂടി ഇവിടെയും കൊടുക്കുക. ഓക്കെ, സോ ഇതിൻ്റെ തൊട്ടടിയിൽ നമുക്കൊരു സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്യാം. നമുക്കൊരു 2 സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ഈ ഒരു തൊട്ടടിയിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ലാഷും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ഫയർബേസിൻ്റെ ഈ ഒരു നമ്മളിപ്പോൾ നേരത്തെ മുകളിൽ ചെയ്തില്ലേ, അതേ സെയിം പർപ്പസ് തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു സംഭവത്തെ നിങ്ങളിവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മുടെ ഫയർബേസിൻ്റെ വാല്യൂ ഇപ്പം നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ സ്റ്റോർ ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റേതുപോലെ തന്നെ ചെയ്യാനും പറ്റും. ഇവിടെ നിങ്ങൾ ഈ ഒരു ടാഗിൽ ചാറ്റ് തന്നെ കൊടുക്കുക. ജോയിനിൽ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ഇനീഷ്യലൈസ് ഗ്ലോബൽ. ഇവിടെ ഈ ഒരു നെയിമിൻ്റെ ഇവിടെ നിങ്ങൾ ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എൻ എംപ്റ്റി ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഫയർബേസ് ഡാറ്റാബേസും കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു ഫയർബേസ് ഡാറ്റാബേസ് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നമ്മുടെ ആ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയർബേസ് ടോക്കണും API കീയും നിങ്ങൾ നമ്മുടെ ഫയർബേസിൻ്റെ URL ലിങ്കും നിങ്ങൾ ഈ ഒരു ഫയർബേസ് ഡാറ്റാബേസിലും കൊണ്ട് സെയിം പോലെ പേസ്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ബക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മുടെ ഒരു ബ്ലോക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ചാറ്റ്സ് ഇനീഷ്യലൈസ് ചെയ്യുമ്പം ഉള്ള സെക്ഷനിൽ നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. സോ ഇതൊന്ന് ഇവിടെ കൊണ്ടുപോയിക്കട്ടെ. സോ നമ്മുടെ ചാറ്റ്സ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫയർബേസ് ഡാറ്റാബേസ് 1 ഉണ്ടല്ലോ. സോ ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ചെയ്യാനുണ്ട്. സോ നമ്മുടെ ഫയർബേസ് ഡാറ്റാബേസ് 1 ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഫയർബേസ് ഡാറ്റാബേസിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ സെറ്റ് ഫയർബേസ് ഡാറ്റാബേസ് 1 ഫയർബേസ് URL, ഈ ഒരു URL എന്ന് മാറ്റുക. ഒരു URL ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെയിം URL നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാണ്. ഓക്കെ, സോ ആ ഒരു ഫയർബേസ് URL നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ TinyDBനെ നമുക്കൊന്ന് കോൾ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഓൾസോ നമുക്ക് ഒരു ജോയിൻ ബട്ടൺ കൂടി ആവശ്യമുണ്ട് കേട്ടോ.
സോ നമുക്കൊരു ജോയിൻ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജോയിൻ കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ തൊട്ടടിയിലായിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ ചെയ്തപോലെ തന്നെ ഫയർബേസിൻ്റെ ആ ഒരു നമ്മുടെ ടൈനി ഡി ബിനെ നമുക്കൊന്ന് കോൾ ചെയ്യാം. ഇതിനെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടാഗിൻ്റെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുള്ള ടാഗ് കൊടുക്കുക. സോ ഇതിൻ്റെ ഒന്നും സ്പെല്ലിങ് നിങ്ങൾ തെറ്റരുത് കേട്ടോ. സോ ശ്രദ്ധിച്ച് ചെയ്യാം, ബിക്കോസ് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വർക്ക് ചെയ്തില്ല. സോ ആ ഒരു ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഓൾസോ നമുക്ക് രണ്ട് ഇതും കൂടി ആഡ് ചെയ്യാം, സ്ട്രിങ്ങും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രണ്ട് സ്ട്രിങ്ങിലും നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ് കേട്ടോ. ഒന്നാമത്തേൽ നമുക്കൊരു സ്ലാഷ് കൊടുക്കാം. സോ രണ്ടാമത്തേൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കാം. കൺട്രോൾ ഗെറ്റ് സ്റ്റാർട്ട് വാല്യൂ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് എവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് നമ്മുടെ ഫയർബേസ് ഡാറ്റാബേസ് 1 ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. സോ അതിനുശേഷം നമ്മുടെ വാല്യൂ ടു സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം, വാല്യൂ ടു സ്റ്റോർ. ഓക്കെ, സോ ഈ ഒരു ടാഗിൽ നിങ്ങൾ നമ്മുടെ ചാറ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക. ഓക്കെ, ചാറ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിട്ടുണ്ട്. വാല്യൂ ടു സ്റ്റോറിൻ്റെ അവിടെ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കാര്യമല്ല, നമ്മൾ ഒരുപാട് കാര്യം സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലെങ്തിയസ്റ്റ് വീഡിയോ ആയിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മൾ ഇത് മൊത്തം കവർ ചെയ്യുന്നതാണ്. സോ നമ്മുടെ വെൻ ഫയർബേസ് ഡാറ്റാബേസ് 1 ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, വെൻ ഫയർബേസ് ഡാറ്റാബേസ് 1 ഗോഡ് വാല്യൂ, സോ ഈ ഒരു ഗോഡ് വാല്യൂവിൻ്റെ ഇവിടെ നിങ്ങൾ നമ്മുടെ ഗ്ലോബൽ ചാറ്റ്സ് ഉണ്ടല്ലോ, സോ സെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് ടു ഗെറ്റ് വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ അത് രണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിസൈനിങ് പാർട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് തിരിച്ചു വരിക. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചാറ്റ് വ്യൂ ആഡ് ചെയ്യണം. സോ നമ്മുടെ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുക, വ്യൂസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ചാറ്റ് വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചാറ്റ് വ്യൂ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക്. സോ ഇത് നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ബാർ ഒന്ന് അൺടിക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് നമ്മുടെ ബ്ലോക്ക് സെക്ഷനിലേക്ക് തിരിച്ചു വരാം. സോ അതിന് മുന്നായിട്ട് നമുക്കൊരു ക്ലോക്കും കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. സോ ഒരു ക്ലോക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. യൂസർ ഇൻ്റർഫേസിൽ നിന്നും നമ്മുടെ സെൻസസിൽ നിന്നും ഒരു ക്ലോക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ടൈമും ഇത് രണ്ടും ഡിസേബിൾ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്ലോക്കിനെ നമുക്കൊന്ന് ജസ്റ്റ് റീനെയിം ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഷോർട്ടാക്കി TS എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ ബ്ലോക്ക് സെക്ഷനിൽ ഇവിടെയായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഈ ഒരു മൈക്രോ സെൻറ്റ് ബട്ടൻ്റെ അടിയിലായിട്ട് നമുക്കൊരു കാര്യം ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഹിയർ ഇവിടെയായിട്ട് നമ്മുടെ ആ ഒരു ഫയർബേസിൻ്റെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ എടുക്കാം. സോ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ചാറ്റ്സിൻ്റെ ടാഗിന് പകരം TS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു ജോയിൻ്റ് ഇവിടെ നിങ്ങൾ സെൻറ്റർ തന്നെ കൊടുക്കുക. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ജോയിൻ്റെ അവിടെയായിട്ട് നമ്മുടെ ആ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, TS എന്ന് പറഞ്ഞ ക്ലോക്ക്, ആ ഒരു ക്ലോക്കിനൊന്ന് കോൾ ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഈ ഒരു ഡേറ്റ് ആൻഡ് ടൈം ആക്ച്വലി വേണം. ഫോർമാറ്റ് ഡേറ്റ് ടൈം ഇൻസ്റ്റൻറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞുള്ള ഇതിനെ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു നമ്മുടെ ജോയിൻ്റെ തൊട്ടടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഈ ഒരു ഇൻസ്റ്റൻറ്റിൻ്റെ ഇവിടെ നിങ്ങൾ വീണ്ടും നമ്മുടെ ആ ഒരു TSൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ അതിനെ ഒന്ന് കോൾ ചെയ്യാം. സോ കോൾ TS നൗ.
സോ ഇതിനൊന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ ഈ ഒരു പാറ്റേണിൻ്റെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നമുക്ക് ആ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ആക്ച്വലി ഹവേഴ്സും മിനിറ്റ്സും ആണല്ലോ കാണിക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹവേഴ്സും മിനിറ്റ്സും മാത്രമായിട്ട് മാറ്റാം. ഓക്കെ, ഇതുണ്ടല്ലേ, ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. ഈ ഒരു ഡേറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. സോ ഇത് ജസ്റ്റ് ക്ലിയർ ചെയ്യുക. സോ ഹവേഴ്സും മിനിറ്റ്സും സെക്കൻഡ്സും മാത്രമായിട്ട് നമ്മൾ മാറ്റി. ആക്ച്വലി നമുക്ക് സെക്കൻഡിൻ്റെ ആവശ്യമില്ലല്ലേ. സോ ഒരു സെക്കൻഡ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ്. ഓക്കെ, ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിവിടെ എടുക്കാം. സോ ഇതിവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ നമുക്കിതിൻ്റെ ചാറ്റ് എന്ന് പറഞ്ഞുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു TS എന്ന് പറഞ്ഞ ടാഗ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ നിന്ന് റിമൂവ് ചെയ്യാം. സോ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, സോ അത് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ചാറ്റ് വ്യൂവിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ചാറ്റ് വ്യൂ. ഓക്കെ, സോ ചാറ്റ് വ്യൂവിൽ നിന്നും ഈ ഒരു ബ്ലോക്കാണ് നമുക്ക് ആക്ച്വലി ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ബ്ലോക്കിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തൊട്ടടിയിലായിട്ട് അറ്റാച്ച് ചെയ്യാം. സോ ഒരു യൂസർ ഇമേജിൻ്റെ ഇവിടെ നമുക്ക് ബ്ലാങ്ക് ടെക്സ്റ്റ് കൊടുക്കാം. ഓൾസോ ഈ ഒരു ടൈറ്റിലിൻ്റെ ഇവിടെയും നമുക്ക് ബ്ലാങ്ക് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു മെസ്സേജിൻ്റെ ഇവിടെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സിലെ മെസ്സേജാണ് വേണ്ടത്. സോ ടെക്സ്റ്റ് ബോക്സിലെ ടെക്സ്റ്റ് നമ്മൾ ഈ ഒരു മെസ്സേജിന് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. സോ നമ്മുടെ ഒരു ടൈം സ്റ്റാമ്പിൻ്റെ ഇവിടെ ഈ ഒരു ടൈം സ്റ്റാമ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. സോ ഈ ഒരു IDയിൽ നമ്മളൊരു മാത്തിൽ ഒരു 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, സോ വാല്യൂ കൊടുക്കുന്നു. സോ ആഡ് ആസ് എ സെൻഡർ, സോ അത് നമ്മൾ ട്രൂ കൊടുക്കുകയാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു ടൈമറിൻ്റെ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. സോ നമുക്കൊരു വേരിയബിളും കൂടി ഇനീഷ്യലൈസ് ചെയ്യാം. ഈ ഒരു ചാറ്റ്സിൻ്റെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് TS എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ബ്ലോക്കും കൂടി ആഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ ആഡ് ഐറ്റം ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഒരു ലിസ്റ്റിൻ്റെ ഇവിടെ നിങ്ങൾ നമ്മുടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലോബൽ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിനെ കൊണ്ട് ഇവിടെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ലിസ്റ്റിൻ്റെ അവിടെയായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഈ ഒരു ഐറ്റത്തിൻ്റെ ഇവിടെ നിങ്ങളൊരു ജോയിൻ യൂസ് ചെയ്യുക. ഈ ഒരു ജോയിൻ എടുത്തിട്ട് ഈ ഒരു ഇവിടെ കൊണ്ട് നമ്മുടെ ആ ഒരു സെൻറ്ററിൻ്റെ ജോയിൻ ഉണ്ടല്ലോ, സെൻറ്റർ ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ജോയിനെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നമ്മുടെ ആ ഒരു ചാറ്റ് സെക്ഷൻ ഇനീഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സോ ഇതിവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ആ ഒരു ടാഗിൻ്റെ ഇവിടെ ചാറ്റ്സ് ഒന്ന് മാറ്റിയിട്ട് TS എന്ന് പറഞ്ഞുള്ള ടാഗ് തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, സോ അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ നമ്മുടെ ആ ഒരു ഇവിടെ നമ്മളൊരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി ഒരു ഗ്ലോബൽ ചാറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടി തന്നെ അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഗ്ലോബൽ ചാറ്റിന് പകരം ഗ്ലോബൽ TS കൊടുക്കുക. ഈ ഒരു സെൻറ്റർ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ടെക്സ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റില്ലേ, ഡേറ്റിൻ്റെ ആ ഒരു സംഭവത്തിനെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ആ ഒരു കാര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാണ്. സോ ഇത് നമ്മൾ ഇതിൻ്റെ തൊട്ടടി കൊണ്ട് ഇവിടെയും അറ്റാച്ച് ചെയ്യാണ്. സോ ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ആവശ്യമില്ല. നമ്മൾ ആ ഒരു ജോയിൻ ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു ജോയിൻ ബട്ടൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓൾസോ നമ്മുടെ തൊട്ടടിയിലുള്ള ജോയിൻ ബട്ടണും ഡിലീറ്റ് ചെയ്ത് കളയാണ്. സോ ഇവിടെ നമ്മുടെ വാല്യൂ ടു സ്റ്റോറിൽ ഞാനിവിടെ ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് ഒന്നിവിടെ അറ്റാച്ച് ചെയ്യാണ്. ഓൾസോ തൊട്ടടിയിലായിട്ട് നമ്മുടെ ഗ്ലോബൽ TSഉം ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, സോ അത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ഹോം ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്.
സോ ഇനി നമുക്ക് ഈ ഒരു ഫയർബേസ് ഡാറ്റാബേസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ആഡ് ചെയ്തിട്ടുള്ള ഫയർബേസ് ഡാറ്റാബേസ് 1 അത് നമുക്ക് റീനെയിം ചെയ്യാം. സോ ഞാനിതിന് റീനെയിം ചെയ്യുന്നത് ഗെറ്റിംഗ് മൈ മെസ്സേജസ്. നമ്മൾ അയക്കുന്ന മെസ്സേജസിൻ്റെ കോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. സോ ഗെറ്റിംഗ് മെസ്സേജസ് ഫ്രം മീ എന്ന് പറഞ്ഞ് റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 സ്ക്രീൻസ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. സോ നമ്മൾ ആ ഒരു ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഇതുണ്ടല്ലോ, ഗ്ലോബൽ വേരിയബിൾസ്, അത് തന്നെയാണ് ആക്ച്വലി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് ചാറ്റ്സ് 2 എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. ഓൾസോ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ TS നമുക്കൊന്ന് ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയർബേസിൻ്റെ നമ്മളിപ്പം റിനെയിം ചെയ്തിട്ടുള്ള ആ ഒരു ഫയർബേസ് ഡാറ്റാബേസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കോൾ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഗെറ്റിംഗ് മെസ്സേജസ് ഫ്രം മീ എന്ന് പറഞ്ഞിട്ടുള്ള ഫയർബേസ് ഡാറ്റാബേസ് ഒന്ന് എടുക്കുക. അതിനുശേഷം ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്കിനെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആ ഒരു ബ്ലോക്കിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. ഫയർബേസ്, യെസ്, നമ്മൾ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു കണ്ടീഷൻ കൊടുക്കാം. സോ ഒരു ഈഫ് ദെൻ കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഒരു ഈഫ് ദെൻ കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഈഫിൻ്റെ ഇവിടെ നമുക്കൊരു ലോജിക്കിൽ ഈ ഒരു സംഭവം ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ആ ഒരു ടാഗ് ഗെറ്റ് ചെയ്യണം. സോ ഒരു ഗെറ്റ് ടാഗ് കൊടുക്കാം. സോ ഇവിടെയായിട്ട് നമ്മൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചാറ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടല്ലോ, ആ ഒരു ടാഗ് നമ്മളിവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇനി ഒരു ദെന്നിൽ ജസ്റ്റ് ഡ്രോപ്പ്. സോ ഈ ഒരു ദെന്നിൽ നമ്മൾ 2 വാല്യൂസ് ആഡ് ചെയ്യാനുണ്ട്. ലിസ്റ്റിൽ പോവുക, എന്നിട്ട് ഇവിടെ നിങ്ങൾ ലിസ്റ്റ് ഐറ്റം ആഡ് ഐറ്റംസ് എന്ന് പറഞ്ഞതിനെ ദെന്നിൻ്റെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് കൊടുക്കുക. ഓൾസോ ഇവിടെ നിങ്ങൾ ഇവിടെ ഗെറ്റ് വാല്യൂ കൊടുക്കുക. ഓക്കെ, ഓൾസോ ഒരു എൽസീഫ് നമ്മൾ കൊടുക്കാം. നമുക്ക് ഇവിടെ നമ്മളൊരു എൽസീഫ് കൊടുക്കുകയാണ്. സോ ഒരു എൽസീഫിൻ്റെ ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. സോ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു എൽസീഫിൻ്റെ ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ ആ ഒരു ഗെറ്റ് ടാഗിൻ്റെ ഇവിടെ ചാറ്റിന് പകരം TS എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഓൾസോ നമ്മൾ ആ ഒരു ദെന്നിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലോബൽ ചാറ്റ്സിന് പകരം ഗ്ലോബൽ TS കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഗെറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു അലേർട്ട് നോട്ടീസ് ഇവിടെ ഷോ ചെയ്യാം. സോ നമ്മുടെ കോൾ നോട്ടിഫയർ, നമ്മുടെ നോട്ടിഫയറിനെ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഇവിടെ നോട്ടിഫയേഴ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു നോട്ടിഫയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, സോ കോൾ നോട്ടിഫയർ ഷോ അലേർട്ട് നോട്ടീസ്. ഓക്കെ, നമ്മുടെ അലേർട്ട് നോട്ടീസ് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗെറ്റ് ഗ്ലോബൽ ചാറ്റിൻ്റെ അലേർട്ട് നോട്ടീസ് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം നോട്ടീസിൻ്റെ ഇവിടെ. ഓക്കെ, സോ ഇവിടുന്ന് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ഒരു ആഡ് ഐറ്റംസിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, നമ്മുടെ മൈക്രോ സെൻഡ് ബട്ടണിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ടടി കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഓൾസോ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും എടുക്കുക. തൊട്ടടിയിലുള്ള ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. സോ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വേരിയബിൾസ് ഒന്ന് മാറ്റി ചെയ്യുക. ഒരു ഗ്ലോബൽ ചാറ്റിന് പകരം ഗ്ലോബൽ ചാറ്റ് 2 ആക്കുക. ഓൾസോ ഗ്ലോബൽ TSന് പകരം ഗ്ലോബൽ TS 2 ആക്കുക. ഓക്കെ, സോ ഓൾസോ ഇവിടെ നമ്മൾ ആ ഒരു ലിസ്റ്റിൽ ജോയിനില്ലേ, ആ ഒരു ജോയിൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഓൾസോ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൂ. ഇനി ഓൾസോ നമ്മുടെ ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഇവിടെ നമ്മൾ ആ ഒരു വാല്യൂ ടു സ്റ്റോർ ഇല്ലേ, ആ ഒരു വാല്യൂ ടു സ്റ്റോറിൻ്റെ ഇവിടെ നിങ്ങൾ ഈ ഒരു ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സിൻ്റെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓൾസോ ആ ഒരു TSൻ്റെ ഇവിടെയായിട്ട് ഗെറ്റ് ഗ്ലോബൽ TS 2 ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ,
സോ ഇനി നമുക്കൊരു ചെറിയ ബ്ലോക്ക് പാർട്ട് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഗെറ്റിംഗ് മെസ്സേജസ് ഫ്രം മീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെയായിട്ട് ഇവിടെ നിങ്ങളൊരു പുതിയ ബ്ലോക്ക് ആഡ് ചെയ്യണം. ഫോർ ഈച്ച് നമ്പർ കൺട്രോളിൽ പോവുക. ഓക്കെ, ഫോർ ഈച്ച് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു നടുവിലായിട്ട് നമ്മൾ ലെങ്ത് ഓഫ് ദി ലിസ്റ്റിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ലെങ്ത് ഓഫ് ദ ലിസ്റ്റ് കൊടുക്കുക. സോ ഇവിടെ ലെങ്ത് ഓഫ് ലിസ്റ്റിൽ നിങ്ങൾ ഗ്ലോബൽ ടിയേഴ്സ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഡൂവിൻ്റെ ഇവിടെയായിട്ട് നിങ്ങളൊരു ഈഫ് ദെൻ കണ്ടീഷനും കൂടെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഒരു ഈഫിൽ നിങ്ങൾ നമ്മുടെ ലോജിക്കിൽ പോവുക, എന്നിട്ട് ഇതിവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് കൊടുക്കുക. ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഒരു സെലക്ട് ലിസ്റ്റ് ഇൻഡെക്സ് കൂടി കൊടുക്കണം. സോ അതിനായിട്ട് നമ്മുടെ ഈ ഒരു സെലക്ട് ലിസ്റ്റ് ഐറ്റം ഇൻഡെക്സ് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഒരു ഇൻഡെക്സിൻ്റെ ലിസ്റ്റിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഗ്ലോബൽ ചാറ്റ്സ് കൊടുക്കുക. അതുപോലെ അത് തൊട്ടടുത്ത് തന്നെയായിട്ട് ഗ്ലോബൽ നമ്പേഴ്സും നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്ലോബൽ നമ്പേഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ആ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ID നിങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് കോപ്പി ചെയ്യുക. സെൻറ്റർ, ആ ഒരു സെൻറ്ററിനെ നമ്മൾ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇതിന് തൊട്ടടിയിലായിട്ട് നമ്മുടെ ആ ഒരു ചാറ്റ് വ്യൂ ഒന്ന് ഓപ്പൺ ആക്കണം. സോ അതിനായിട്ട് നമ്മുടെ ആ ഒരു ചാറ്റ് വ്യൂ സെലക്ട് ചെയ്യുക. ഓക്കെ, ചാറ്റ് വ്യൂവിൽ നിന്നും നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു സെയിം സാധനം തന്നെ, ആ ഒരു സെയിം മെസ്സേജിൻ്റെ ആ ഒരു സംഭവം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ദെന്നിൻ്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഐക്കൺസും എന്താ പറയുക, യൂസർ ഇമേജ് ബ്ലാങ്ക് കൊടുക്കുക. ഓൾസോ നമ്മുടെ ആ ഒരു ടൈറ്റിലും നമുക്ക് ബ്ലാങ്ക് കൊടുക്കാം. സോ ഒരു മെസ്സേജിൻ്റെ ഇവിടെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് റീപ്ലേസ് ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. സോ സെഗ്മെൻറ്റ് റീപ്ലേസ്മെൻറ്റ്. സോ ഈ ഒരു സംഭവത്തെ നിങ്ങൾ ജസ്റ്റ് മെസ്സേജിൻ്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ സെലക്ട് ഐറ്റം ലിസ്റ്റ് ഇൻഡെക്സ്, സോ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു റീപ്ലേസ് ഓൾ ടെക്സ്റ്റിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്യുക. സോ ഇത് രണ്ടും നമുക്ക് വേണ്ട, ഇത് വേണം. ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സും അതുപോലെ തന്നെ ഗ്ലോബൽ നമ്പേഴ്സുമാണ്. സോ ഒരു സെഗ്മെൻറ്റിൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾ ഈ സെൻറ്റർ ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ഒരു റീപ്ലേസ്മെൻറ്റ് ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാം, ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാം റീപ്ലേസ്മെൻറ്റിൻ്റെ ഇവിടെയായിട്ട്. സോ ഇതേ സാധനം തന്നെയാണ് നമ്മുടെ ആ ഒരു ടൈം സ്റ്റാമ്പിൽ നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ടൈം സ്റ്റാമ്പിൻ്റെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ ഗ്ലോബൽ ചാറ്റിന് പകരം ഗ്ലോബൽ TS എന്നാക്കുക. ഓൾസോ ഗ്ലോബൽ നമ്പർ സെറ്റാണ്. സോ തൊട്ടടിയിലായിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ഓക്കെയാണ്. സോ ഈ ഒരു IDൻ്റെ ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു മാത്തിൽ നമുക്ക് 1 എന്ന് പറഞ്ഞുള്ളത് കൊടുക്കാം. ഓൾസോ ഈ ഒരു സെൻറ്റർ നമുക്ക് എന്താ പറയുക ട്രൂ കൊടുക്കാം. ട്രൂ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്യാം. സോ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഓൾസോ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു എൽസും കൂടി കൊടുക്കാനായിട്ടുണ്ട്. ഇവിടെ ഈഫിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു എൽസ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഈഫിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക. സോ ഈ ഒരു എൽസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് വ്യൂ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചാറ്റ് വ്യൂവിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം സാധനം തന്നെ, ആ ഒരു സെയിം കാർഡ് വ്യൂ അല്ല കേട്ടോ, മാറിപ്പോയി. ഒരു ചാറ്റ് വ്യൂവിൽ നമ്മളിപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു സെയിം മെസ്സേജ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എൽസിൻ്റെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് 2 ബ്ലാങ്ക് ടെക്സ്റ്റാണ് ഈ ഒരു യൂസർ ഇമേജിലും ടൈറ്റിലും നമുക്ക് കൊടുക്കേണ്ടത്. ഈ മെസ്സേജിൻ്റെ ഇവിടെ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ടൈം സ്റ്റാമ്പിൽ നിങ്ങൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ടൈം സ്റ്റാമ്പിൻ്റെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. മാത്തിൽ നിങ്ങൾ ID 1 എടുക്കുക. ഓൾസോ ആസ് എ സെൻറ്റർ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഫാൾസ് കൊടുക്കുക. ഓക്കെ, സോ ഇനി ഒരു ഗെറ്റിംഗ് മെസ്സേജസ് ഫ്രം മീ എന്ന് പറഞ്ഞതിൽ നമുക്കൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ കണ്ടെയ്ൻ ടെക്സ്റ്റിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടെയ്ൻ ടെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിനെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ പീസിൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾ ജസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. ഓൾസോ ഈ ഒരു സെൻറ്റർ ഇല്ലേ, ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ലോജിക് പാർട്ടിൽ ട്രൂ കൊടുക്കുക.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇനിയും നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. സോ ഇനി ഒരു ഫയർബേസ് ഡാറ്റാബേസും കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഗൂഗിളിൽ പോയി ഒരു ഫയർബേസ് ഡാറ്റാബേസ് ആഡ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഗെറ്റിംഗ് ദ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോക്ക് പാർട്ട് കൊടുക്കാം. ഓക്കെ, ഗെറ്റിംഗ് ദ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് പാർട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ ഒരു ഫയർബേസ് ടോക്കൺ കീയും ഓൾസോ നമ്മുടെ ഒരു ഫയർബേസ് URLും നിങ്ങളിവിടെ കൊണ്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേസ്റ്റ് ചെയ്യുക. URLും ഓൾസോ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. നമ്മുടെ പ്രൊജക്റ്റ് ബക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. സോ ഇത്രയും കാര്യം ക്ലിയർ ചെയ്ത ശേഷം നമ്മുടെ ബ്ലോക്ക് സെക്ഷനിലേക്ക് ഒന്ന് തിരിച്ചു വരിക. സോ ഇനി നമുക്ക് ആ ഒരു ഫയർബേസ് ഗെറ്റിംഗ് ദ മെസ്സേജസ് ബ്ലോക്ക് എന്ന് എടുക്കുക. വെൻ ഗെറ്റിംഗ് ദ മെസ്സേജസ് ഗോട്ട് വാല്യൂ. സോ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഫ് ദെൻ കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾറെഡി ഇത് വേണ്ട, ഒരു ഇഫ് ദെൻ കണ്ടീഷൻ കൊടുക്കാം. കൺട്രോളിൽ പോവുക, ഇഫ് ദെൻ കണ്ടീഷൻ കൊടുക്കാം. സോ ഈ ഒരു ഈഫിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഈ ഒരു ഈഫിൻ്റെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഓൾസോ നമ്മൾ ആ ഒരു ആഡ് ലിസ്റ്റ് ഐറ്റംസ് നമ്മളിവിടുന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഗ്ലോബൽ ചാർട്ട്സും വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു LCF കൊടുക്കാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഈ ഒരു LCFിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള സെയിം സാധനം തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ LCFിൻ്റെ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. ഓൾസോ നമുക്ക് ഒരു ദെന്നിൻ്റെ ഇവിടെ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഗ്ലോബൽ TSും ഗ്ലോബൽ വാല്യൂയും സെറ്റ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഇവിടെ ഒരു നോട്ടിഫയർ നമുക്ക് ഷോ ചെയ്യാം. സോ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു നോട്ടിഫയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഗെറ്റിംഗ് ദ മെസ്സേജസ്, ആക്ച്വലി ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യം മിസ്സാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഈ ഒരു ലിസ്റ്റ് നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് ആ ഒരു ഗ്ലോബൽ ചാറ്റ്സിൻ്റെ സെറ്റപ്പാണ് നമുക്ക് വേണ്ടത്. സോ നമ്മുടെ ആ ഒരു ഇത് രണ്ടും നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഇത് രണ്ടും നമ്മൾ സെറ്റപ്പ് ചെയ്ത് കറക്റ്റാണ്. ഈ ഒരു ദെന്നിൻ്റെ ഇവിടെ നമ്മൾ ഒരു കണ്ടന്റ് നമ്മൾ മാറ്റാനുണ്ട്. സോ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ ഒരു ദെന്നിൻ്റെ ഇവിടെ നിങ്ങൾ സെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് 2ൽ നിങ്ങൾ ഗെറ്റ് വാല്യൂ കൊടുക്കുക. ഓക്കെ, ഓൾസോ നമ്മുടെ ദെന്നിൻ്റെ ഇവിടെ നിങ്ങൾ സെറ്റ് ഗ്ലോബൽ ടൈം സ്റ്റാമ്പ് ടു ഗെറ്റ് വാല്യൂ ഇവിടെയും കൊടുക്കുക. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി നമ്മൾ ഗെറ്റിംഗ് മെസ്സേജസ് ഫ്രം മെയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ചാറ്റ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, TS. സോ ഇവിടെ നമ്മളൊരു കാര്യം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് ഗൈസ്, സോറി. ഈ ഒരു ഇഫിൽ നമ്മൾ ചാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് ആണ് ആക്ച്വലി സെറ്റപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു ആഡ് ലിസ്റ്റ് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇതെല്ലാം നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളത്. ഇവിടെ നമ്മൾ ദെന്നിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ സെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് ഗെറ്റ് വാല്യൂ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഗ്ലോബൽ ചാറ്റ്സ് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു സംഭവമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടുന്ന് റിനെയിം ചെയ്താലും മതി. സോ സെറ്റ് ഗ്ലോബൽ ചാറ്റ്സ് ടു ഗെറ്റ് വാല്യൂ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഗെറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓൾസോ LCFിൻ്റെ ഇവിടെ കറക്റ്റാണ്. ദെന്നിൻ്റെ ഇവിടെ നമ്മൾ ആ ഒരു കണ്ടന്റ് ഒന്ന് ജസ്റ്റ് മാറ്റണം. സോ ദെന്നിൻ്റെ ഇവിടെ നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഗ്ലോബൽ TS ആണ്. ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇവിടെ നമ്മൾ സെറ്റ് ഗ്ലോബൽ TS നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഗെറ്റ് വാല്യൂ കൊടുക്കുന്നു. സോ ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റും നോട്ടിഫയറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. സോ ഇത് രണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സോ ഇനി ഒരു ഫോർ ഈച്ച് നമ്മൾ ഇതിന് തൊട്ടടിയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ബാക്കി നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മിസ്റ്റേക്സ് ഇല്ല. സോ ഗ്ലോബൽ ചാറ്റ്സ് നമ്പർ, ഓക്കെ, ആഡ് മെസ്സേജ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓൾസോ ഗെറ്റിംഗ് ദ മെസ്സേജസിലെ കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ മൈക്കോർ സെൻഡ് ബട്ടണിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്ത് കറക്റ്റാണോ നമുക്ക് നോക്കാം. സോ ഇവിടെ ഈഫിൽ നമ്മൾ ഫയർബേസ് URL, ഓക്കെ,
നമ്മുടെ ആ ഒരു മൈക്ക് ഒരു സെൻഡ് ബട്ടൺ ക്ലിക്കില്ലേ, അതിലെ ആ ഒരു ചാറ്റ് വ്യൂ ഉണ്ട്, ഏറ്റവും അടിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചാറ്റ് വ്യൂവിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഇവിടെ കൊണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ആക്ച്വലി ഇതാ ഈ ഒരു വാല്യൂ ടു സ്റ്റോറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്യാം. ഓൾസോ ഈ ഒരു ഐ ഡി ഉണ്ടല്ലോ, ആ ഒരു ഐ ഡി നിങ്ങൾ ജസ്റ്റ് 1 എന്ന് പറഞ്ഞ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഒരു ബ്ലോക്കും കൂടി നിങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് 1 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് 1 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റ് ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് 2, ഇവിടെ ടെക്സ്റ്റ് എന്നാക്കുക. ഈ ഒരു ടെക്സ്റ്റ് 2 നിങ്ങളൊരു ബ്ലാങ്ക് ടെക്സ്റ്റ് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. സോ ബാക്കി ഇവിടുന്ന് നിങ്ങൾ ഈ ഒരു ജോയിൻ ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു ജോയിൻ ബട്ടൺ ഒന്ന് റിമൂവ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഡയറക്റ്റ്ലി നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഇതൊന്ന് ഈ ജോയിൻ ബട്ടൺ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ ആ ഒരു പാർട്ടിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ ആ ഒരു ചാറ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ ഫയർ ബേസ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫയർ ബേസ് ഡാറ്റാബേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വരണം. അത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടടി കൊണ്ട് അറ്റാച്ച് ചെയ്യാം. ഓൾസോ നമ്മളിവിടെ ഗെറ്റിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാറ്റുക. ഓക്കെ, ഇതിന് URL കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരു കാര്യം ഇതിൽ നിങ്ങൾ നമ്മുടെ ആ ഒരു URL ഈ ഒരു കോൾ ടൈനി DB ഉണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്യുക. നമ്മുടെ ഗെറ്റ് വാല്യൂ ടോപ്പിലായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ജസ്റ്റ് എടുക്കുക. ഓക്കെ, രണ്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് രണ്ടിൻ്റെയും ഡാറ്റാബേസ് നെയിം ഒന്ന് ഇത് URLൻ്റെ ലൈക്ക് നമ്മുടെ ആ ഒരു ഫയർ ബേസിൻ്റെ നെയിം ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക. രണ്ടാമത്തതിൻ്റെ ആക്കി മാറ്റുക. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ ബ്ലാങ്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണ്, നമ്മൾ ഡിലീറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും വാല്യൂ ടു സ്റ്റോറിൻ്റെ ടാഗ് നമ്മൾ ആ ഒരു ടാഗ് അല്ല, ആ ഒരു വാല്യൂ ടു സ്റ്റോർ എന്ന് പറഞ്ഞുള്ള വാല്യൂ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു empty ടെക്സ്റ്റ് ആണ് ആക്ച്വലി കൊടുക്കുന്നത്. ലിസ്റ്റിൽ പോവുക, ക്രിയേറ്റ് empty ലിസ്റ്റ് അറ്റാച്ച് ചെയ്യുക. ഓൾസോ നിങ്ങൾ ആ ഒരു റിമൂവ് ചെയ്തിട്ടുള്ള 4 സ്ഥലത്തും നമ്മൾ ഇത് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 4 നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇനീഷ്യലൈസ് ചെയ്യുമ്പം ആക്ച്വലി ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ നമ്പർ ടെക്സ്റ്റ്, ആ ഒരു മൊബൈൽ നമ്പർ ടെക്സ്റ്റും കൂടി വരണം. അതിനായിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെറ്റ് മൊബൈൽ നമ്പർ ടെക്സ്റ്റ് ടു സ്റ്റാർട്ട് വാല്യൂ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് വാല്യൂ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇത് ആക്ച്വലി ഇത് ഔട്ട് പോയിട്ടുണ്ടല്ലേ. ഇതിവിടെ അറ്റാച്ച് ചെയ്യുക. ഇവിടെ നമ്മളൊരു സ്റ്റാർട്ട് വാല്യൂ, ആ ഗെറ്റ് സ്റ്റാർട്ട് വാല്യൂ ഒന്ന് ജസ്റ്റ് എവിടെ കൊണ്ട് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇനി നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ ചാറ്റ് വ്യൂയിലേക്ക് ഒന്ന് പോവുക. ചാറ്റ് വ്യൂവിൽ പോയതിന് ശേഷം ഈ ഒരു ചാറ്റ് വ്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഹൈറ്റും വേണ്ട, ഹൈറ്റും വിഡ്ത്തും നമുക്കൊന്ന് ഫിൽ പാരൻ്റ് കൊടുക്കാം. ഓൾസോ ഈ ഒരു റിസീവർ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടല്ലോ, അത് ആക്ച്വലി വൈറ്റ് കളർ ആക്കാം നമുക്ക്. ഓക്കെ, അതേപോലെ തന്നെ റിസീവർ സെൻറ്റർ കളർ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് കേട്ടോ. സെൻഡ് ചെയ്യുന്ന മെസ്സേജിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന്. ഗൈസ്, ഈ ഒരു വീഡിയോയിൽ കാര്യം പറയാനായിട്ട് മറന്നുപോയി. നമ്മളിപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ടാഗ്സും ഞാൻ ചാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാറ്റിയിട്ട് ചാറ്റ്സ് എന്നാക്കുക. ഈ ഒരു ചാറ്റ് നിങ്ങൾ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ, ലൈക്ക് ഇവിടെ ചാറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും നിങ്ങൾ ചാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാറ്റ് മാറ്റിയിട്ട് ചാറ്റ്സ് എന്നാക്കുക. ബിക്കോസ് ഞാൻ ഓൾറെഡി ആ ഒരു ടാഗ് കൊടുത്തത് ചാറ്റ് എന്നായിരുന്നു. നിങ്ങൾ സപ്പോസ് ചാറ്റ് എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് തന്നെ കൊടുക്കാം. നിങ്ങൾ പഴയ വീഡിയോയിൽ നിങ്ങൾ ചാറ്റ്സ് എന്ന് പറഞ്ഞാൽ ടാഗ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എല്ലാം ചാറ്റ്സ് തന്നെ കൊടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ തന്നെ ചാറ്റ്സ് എന്ന് റിനെയിം ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഹോം സ്ക്രീനിലേക്ക് നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇൻവൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓൾസോ നമ്മുടെ നമ്പർ ഒന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു നമ്പറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. നമ്മുടെ ചാറ്റ് സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെസ്സേജ് ഇന്ന് സെൻഡ് ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. ഹായ് എന്ന് ടൈപ്പ് ചെയ്യാണ്. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് തന്നെ അവിടെ ഹായ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് പോയിട്ടുണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ കേട്ടോ.
കണ്ടില്ലേ ആ ഒരു നമ്മൾ ഗ്രീൻ കളറാണ് ചൂസ് ചെയ്ത് ആ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് മെസ്സേജ് പോകുന്നുണ്ട്. ഓൾസോ തൊട്ടടി തന്നെ ആ ഒരു ടൈമും കാര്യങ്ങളും ആക്ച്വലി പോകുന്നുണ്ട്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ചാറ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സോ ഈ ഒരു നമ്മുടെ എന്താ പറയുക, മറ്റൊരാളുടെ ആപ്ലിക്കേഷൻ, അതായത് വേറൊരു യൂസർ നമുക്ക് ഈ ഒരു ചാറ്റ് ഓപ്പൺ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ, അവരും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരും കേട്ടോ. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോണില്ല, സോ അതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആ ഒരു ചാറ്റ്സ് വൈറ്റ് കളറിൽ വാട്സപ്പ് പോലെ തന്നെ വരുന്നതാണ് കേട്ടോ. സോ ഒരു ചാറ്റ് സെക്ഷൻ്റെ ബ്ലോക്ക് സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ പെർഫെക്റ്റ് ആയിട്ട് വർക്കിങ്ങും ആണ്. സോ അടുത്ത വീഡിയോയിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് നമ്മുടെ കോൺടാക്ട്സിനെയും കാര്യങ്ങളെയും കൊണ്ടുവരുന്ന ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഗുഡ് ബൈ.